അദാനിയുടെ ഓഹരി കൈമാറ്റത്തിലെ തെറ്റുകൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒന്നൊന്നായി ചൂണ്ടിക്കാട്ടി. അദാനി നീക്കം സർക്കാർ അറിഞ്ഞിട്ടേയില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. വൈകിട്ട് 4 മണിക്ക് ദില്ലിയിൽ മാധ്യമങ്ങളെ കണ്ട കെ.സി. വേണുഗോപാൽ അദാനിയുടെ നടപടിയെ വിമർശിച്ചു. അതുവരെ മൗനം തുടർന്ന മുഖ്യമന്ത്രിയും സന്ധ്യാനേരമായപ്പോൾ വാർത്താക്കുറിപ്പിറക്കി. അദാനിയോട് അതൃപ്തി അറിയിക്കുന്നുവെന്ന മട്ടിൽ എങ്ങും തൊടാത്തൊരു കുറിപ്പ്. BJP ഭരിക്കുന്ന ഇടത്തൊക്കെ അദാനി സൂപ്പർ സർക്കാർ ആയിരിക്കാം, പക്ഷേ ഇവിടെ കേരളത്തിൽ അത് വേണ്ടെന്ന് കെ.സി. വേണുഗോപാൽ പറയുമ്പോൾ കൊള്ളുന്നത് ആർക്കാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഒരു മാസത്തെ സതീശൻ ഭരണത്തിൽ ആരാണ് സൂപ്പർ സർക്കാർ, ആരാണ് സൂപ്പർ മുഖ്യമന്ത്രി? സംഘപരിവാരവും അദാനിയുമെന്ന് മനസ്സിലാക്കാൻ ഒരു മാസം ധാരാളം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ VPP മുസ്തഫ CPIM, N. ശ്രീകുമാർ വീക്ഷണം മുൻ എഡിറ്റർ, ഒപ്പം ജോർജ് ജോസഫ് മാധ്യമ പ്രവർത്തകൻ, സാമ്പത്തിക വിദഗ്ധൻ. ഞാൻ ആദ്യം N. ശ്രീകുമാറിലേക്ക്. ശ്രീകുമാർ, ഇന്നിപ്പോൾ ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെയാണ്, ഇന്നലെ നിയമസഭയിൽ രാവിലെ തന്നെ ഈ വിഷയം ഉയർന്നു വന്നു. പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഉന്നയിച്ചു. ഇതൊന്നും അറിഞ്ഞില്ല, ഈ ഓഹരി കൈമാറ്റം, ഓഹരി കച്ചവടം അറിഞ്ഞിട്ടേയില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ഇന്നലെ തന്നെ പറഞ്ഞത്. അതിന് മുൻകൂർ അനുമതി സംസ്ഥാന സർക്കാരിൻ്റേത് വാങ്ങേണ്ടതുണ്ട് കരാർ പ്രകാരം. ഇന്നലെയും കഴിഞ്ഞു, ഇന്ന് പകലും കഴിഞ്ഞു. ഇന്ന് പകലും പ്രതിപക്ഷ നേതാവ് ഇക്കാര്യങ്ങൾ ആകെ ചൂണ്ടിക്കാട്ടി വാർത്താ സമ്മേളനം നടത്തി. ഓർക്കുക, അനുമതി വാങ്ങണമെന്നല്ല കേട്ടോ, മുൻകൂർ അനുമതി തന്നെ വാങ്ങണം അദാനി ഇതുമായി ബന്ധപ്പെട്ട് എന്നതടക്കം പ്രതിപക്ഷ നേതാവും ചൂണ്ടിക്കാട്ടി. വൈകുന്നേരം കെ.സി. വേണുഗോപാൽ ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്തി അതിശക്തമായി അദാനിക്കെതിരെ നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഈ നേരം അത്രയും കേരളത്തിൻ്റെ ചുമതലപ്പെട്ട മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ ഓഫീസോ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കാൻ പോകുന്ന എന്തെങ്കിലും നടപടികൾ പറയുകയോ പ്രസ്താവന ഇറക്കുകയോ ഒന്നും ഉണ്ടായില്ല. ദില്ലിയിൽ നിന്നടക്കം അങ്ങനെ ഒരു ശക്തമായ വിമർശനം വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു വാർത്താക്കുറിപ്പ് എങ്കിലും ഇറങ്ങിയത്. അതിൽ അതൃപ്തി എന്ന മട്ടിൽ എങ്ങും തൊടാത്ത ഒരു ശൈലിയും സമീപനവും. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? കുറേ കൂടി ഈ പറഞ്ഞ തരത്തിൽ കെ.സി. വേണുഗോപാലൊക്കെ വളരെ ശക്തമായി ഇക്കാര്യത്തിൽ അദാനിക്കൊരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കും വിധത്തിൽ പെരുമാറുമ്പോൾ ഒരു മെല്ലെപ്പോക്കും ഒക്കെ കാണാനുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. നോക്കൂ ശ്രീ ശരത്തെ, മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ കൈരളി ചാനലിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചാൽ ഇത് സംബന്ധിച്ച സംശയം തീരും. ഞാൻ എന്തായാലും അത് വായിക്കുന്നില്ല, എൻ്റെ ആ പ്രസ്താവനയുണ്ട്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വാർത്ത കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും പറഞ്ഞു, അതായത് വൈകുന്നേരം പ്രസ്താവന ഇറക്കി അവിടെ എവിടെയും തൊടാതെയാണോ? സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയോ സർക്കാരുമായി കൂടിയാലോചന നടത്തിയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൽ 49% ഓഹരി പങ്കാളിത്തത്തോടെ MC കമ്പനി നിക്ഷേപം നടത്തുന്നതെന്ന പ്രഖ്യാപനം ഉണ്ടായത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അതൃപ്തി മുഖ്യമന്ത്രി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിനെ അറിയിച്ചു. ഇതിന് അവസാനം പുള്ളി പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാനത്തിൻ്റെ താല്പര്യം പൂർണ്ണമായും സംരക്ഷിച്ച ഒരു 3-4 പാരഗ്രാഫ് ഉണ്ട് ആ പ്രസ്താവന. അപ്പോൾ അതിലുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രതിപക്ഷ നേതാവായ ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം ഈ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തീരുമാനം വന്നപ്പോൾ അതിൽ 7000 കോടിയുടെ പദ്ധതിക്ക് 6000 കോടിയുടെ അഴിമതി ഉന്നയിക്കുകയും പിന്നീട് അത് വിഴുങ്ങുകയും അവസാനം അത് ഞങ്ങളുടെ നേട്ടമാണെന്ന് പ്രചരിപ്പിക്കുകയും 1000-ഓളം കപ്പൽ വന്നു എന്നൊക്കെ പറയുകയും ചെയ്ത ഒരാളാണ് ശ്രീ പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞൊക്കെ വിഴുങ്ങിയിട്ടാണ് ഈ വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത്. എന്നിട്ട് VD സതീശനെ ആ പരിപാടിക്ക് പോലും ക്ഷണിക്കാത്തൊക്കെ നമുക്കറിയാം. മാത്രമല്ല അതിൻ്റെ ഉദ്ഘാടനത്തിന് അദാനിയെ ക്ഷണിച്ചിട്ട് അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അന്ന് കേരളം കണ്ടു. അപ്പോൾ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് കളിയാക്കി, കമ്മ്യൂണിസ്റ്റുകാരുടെയും ബന്ധുവാണ് അദാനി എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അപ്പം ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ളതുകൊണ്ട് അതൊരു ചർച്ചാ വിഷയമല്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ, മുഖ്യമന്ത്രി ഇന്നലെ സഭയിലാണല്ലോ പറഞ്ഞത്, അറിഞ്ഞിട്ടില്ല, ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, ചോദിക്കാതെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. കാരണം അദാനിയുടെ ആ കമ്പനിക്കെതിരെയും അദാനിയുടെ രാഷ്ട്രീയത്തിനെതിരെയും പോരാടുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ്, CPM അല്ല. AICC ജനറൽ സെക്രട്ടറി ആണെങ്കിൽ AICC പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയും അദാനിയും തമ്മിലുള്ള തർക്കമൊക്കെ അറിഞ്ഞുകൂടെ ശ്രീ ശരത്തെ? അതിൻ്റെ ഭാഗമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ ഭാഗമാണ്. ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ റൈറ്റ്
ഞാൻ അതെ, ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. ക്ലിയർ, ഓക്കെ, ആയിക്കോട്ടെ, ശരി. ഞാൻ മറ്റുള്ളവരിലേക്ക് കൂടി പോയ ശേഷം അവർ കൂടി പറയുന്നത് കേട്ടുകൊണ്ട് താങ്കൾക്ക് കൂടുതൽ വിശദമായി സംസാരിക്കാമല്ലോ. ഞാൻ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ VPP മുസ്തഫ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പ്രസ്താവന ഇക്കാര്യത്തിൽ ഇറക്കിയിട്ടുണ്ട്. തർക്കമൊന്നുമില്ല, അത് പറയുകയും ചെയ്തു, അതൊരു വാർത്തയുമാണ്, അത് കൊടുക്കാതെയൊന്നുമല്ല ആരും സംസാരിക്കുന്നത്. പക്ഷേ അതിന് മുമ്പുണ്ടായ സാഹചര്യം, ഇന്നലെ മുതൽ ഈ വിഷയം അതീവ ഗൗരവതരമായി മുന്നോട്ട് പോകുന്നു. ഞാൻ അതിലാണ് ഊന്നിയത്. അതിൽ ചില അപാകതകൾ അതുമായി ബന്ധപ്പെട്ട്, ആ സമയക്രമവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ കാണാം. സഭയ്ക്കകത്ത് ഇന്നലെ പ്രതിപക്ഷം ശക്തമായി വിഷയം ഉന്നയിച്ചു, അറിഞ്ഞില്ല എന്ന് സർക്കാർ വിശദീകരിച്ചു. ഇന്ന് പ്രതിപക്ഷ നേതാവ് രാവിലെ വാർത്താ സമ്മേളനം നടത്തി ഇതിൻ്റെ ഓരോ അപാകതകളും ചൂണ്ടിക്കാട്ടി. വൈകുന്നേരം 4 മണിക്ക്, ശ്രീ മുസ്തഫ നേരത്തെ ഈ ചർച്ചയിൽ ഞാൻ ആ സംസാരിച്ച ഭാഗത്ത് ഇല്ലാതിരുന്നുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, വൈകിട്ട് 4 മണിക്ക് KC വേണുഗോപാൽ ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്തി, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾ സൂപ്പർ സർക്കാർ ആയിരിക്കാം, പക്ഷേ ഇവിടെ അത് വേണ്ട കേട്ടോ. പറഞ്ഞത് VD സതീശൻ എന്ന കേരള മുഖ്യമന്ത്രിയല്ല, AC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലാണ്. ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാര്യം, ആരും അങ്ങനെ താരതമ്യം ചെയ്തു പോകും. ഇത് വൈകുന്നേരം 4 മണിക്ക്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് ഇറങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? സന്ധ്യാനേരത്ത്, ഇതിനും ശേഷം. അപ്പോൾ KC വേണുഗോപാൽ അടക്കം വളരെ ശക്തമായി ഇതിൽ പ്രതികരിക്കുന്ന ഒരു ഘട്ടം വന്നതോടുകൂടി പ്രതികരിക്കാൻ, ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാൻ മുഖ്യമന്ത്രി നിർബന്ധിതനാവുകയായിരുന്നോ എന്ന സംശയം ഇത് കാണുന്ന ആർക്കും ആ സമയക്രമം പാലിച്ചാൽ തോന്നിപ്പോകും. ഇതാണ് ഞാൻ N. ശ്രീകുമാറിനോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച കാര്യം. ശ്രീ മുസ്തഫ എന്തു പറയുന്നു? മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിനെ കുറിച്ചുള്ള അതിൻ്റെ ഈ സമയദൈർഘ്യത്തെക്കുറിച്ചുള്ള ശരത്തിൻ്റെ വിമർശനം വളരെ ശരിയാണ്, അത് ഞാൻ പിന്നാലെ വരാം. പക്ഷേ ഇവിടെ കാര്യം എന്താ, ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിലും ഇന്ന് വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത് VD സതീശൻ വിശ്വസിച്ചല്ലോ. അതുകൊണ്ടല്ലേ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആ വിഷയത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പിന്റെ മാനേജ്മെന്റിന് മുഖ്യമന്ത്രി കത്തെഴുതി എന്ന് ഇപ്പോൾ അവർക്ക് പത്രപ്രസ്താവന ഇറക്കേണ്ടി വന്നിരിക്കുന്നത് ശ്രീകുമാർ ചേട്ടാ. അപ്പോൾ വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിലും താങ്കൾ വലിയ നിലയിൽ ന്യായീകരിക്കുന്ന, താങ്കൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന VD സതീശൻ എന്ന മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആരോപണത്തെ വിശ്വസിച്ചിരിക്കുന്നു. എന്താ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം? സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ, സംസ്ഥാന സർക്കാരുമായിട്ട് NOC വാങ്ങിക്കാതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓഹരി കൈമാറ്റം അദാനി ഗ്രൂപ്പ് നടത്തിയത്? ഇതായിരുന്നല്ലോ പ്രതിപക്ഷത്തിൻ്റെ വിമർശനത്തിൻ്റെ കാതൽ. ഈ ഒരൊറ്റ പോയിന്റാണല്ലോ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഉണ്ടാക്കിയ കൺസെഷൻ കരാറിൻ്റെ ക്ലോസ് 5(3) അതിൻ്റെ ലംഘനം നടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ ശ്രീകുമാർ ചേട്ട മുഖ്യമന്ത്രി ഇറക്കിയ പ്രസ്താവന ഇതാണ്: സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയോ സർക്കാരുമായി കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൽ 49% ഓഹരി പങ്കാളിത്തത്തോടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടായത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അതൃപ്തി മുഖ്യമന്ത്രി VD സതീശൻ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ അറിയിച്ചു. ഇതാണ് മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ്. നേതാവ് പറഞ്ഞതിനെ മുഖ്യമന്ത്രി അംഗീകരിച്ചിരിക്കെ പിന്നെ ഇവിടെ വന്നിട്ട് ശ്രീകുമാർ ചേട്ടൻ ആ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ആരും അംഗീകരിക്കില്ല എന്ന് പറയുന്നത് എന്തൊരു ഗതികേടാണ്. അങ്ങനെയൊക്കെ താങ്കൾ ആരെയാണോ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ആ മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തെ ഉൾപ്പെടുത്തി. എന്താ കാര്യം? എന്താ ഈ പറയുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ്? നേരത്തെ KC വേണുഗോപാലിനെ ഇവിടെ ശരത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് എന്താ? ഈ ഹിന്ദുത്വ കോർപ്പറേറ്റ് അജണ്ട മുന്നോട്ട് വെക്കുന്ന അദാനി ഗ്രൂപ്പിനോട്. കോൺഗ്രസിന് കോർപ്പറേറ്റ് വൽക്കരണത്തോട് ആകെ എതിർപ്പൊന്നുമില്ല. കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് കറതീർന്ന മുതലാളിത്ത നയങ്ങൾ തന്നെയാണ് തുടരുന്നതും. പക്ഷെ ആ കോൺഗ്രസ് കഴിഞ്ഞ കുറച്ചു വർഷമായെങ്കിലും എന്ന് പറഞ്ഞാൽ മോഡി ഭരണകാലത്ത് അദാനി ഗ്രൂപ്പിന്റെ വളർച്ച, അദാനി ഗ്രൂപ്പും മോഡിയും അമിത്ഷായും അങ്ങനെ BJPയും RSSും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള അവിഹിത ബന്ധങ്ങൾ, ഇടപാടുകൾ ഇതെല്ലാം വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ അതിരൂക്ഷമായിട്ട് വിശേഷിപ്പിച്ചതാണ് കോർപ്പറേറ്റ് ഹിന്ദുത്വ ഗ്രൂപ്പാണ് അദാനി ഗ്രൂപ്പ് എന്ന്. അങ്ങനെ ഒരു ആളുടെ വിമാനത്തിൽ അവരൊരിക്കൽ അദാനി ഗ്രൂപ്പിന്റെ വിമാനത്തിൽ തന്നെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ച സാഹചര്യത്തിൽ തിടുക്കത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് VD സതീശൻ നടത്തിയ യാത്ര എന്തിനാണ്? വേറെ ആരുടെയെല്ലാം വിമാനം അദ്ദേഹത്തിന് ഏർപ്പാടാക്കാം അടിയന്തരമായിട്ട്. ഇതേ അദാനി ഗ്രൂപ്പിന്റെ തന്നെ വിമാനം, അദാനി ഗ്രൂപ്പിന്റെ ഈ പറഞ്ഞ ഇപ്പോൾ അദ്ദേഹം അതൃപ്തി അറിയിച്ച മാനേജ്മെന്റിന്റെ ആളുകൾ അതിലുണ്ടാകുന്നു.
അവർ പോകുന്നു, അവിടുത്തെ ഏർപ്പാടുകൾ കഴിഞ്ഞു വരുന്നു. വകുപ്പ് തീരുമാനിച്ചപ്പോൾ തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കുന്നു. ആ വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അദ്ദേഹം കെട്ടിയിറക്കിയ രത്തൻ യു ഗേൽക്കറെ തന്നെ അഡീഷണൽ ആയിട്ട് നിയമിക്കുന്നു. ഇതെല്ലാം ചേർത്തു വായിച്ചാൽ കാര്യങ്ങൾ കൃത്യം വ്യക്തമല്ലേ? നേരത്തെ ഇവിടെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ടപ്പോൾ ഗത്യന്തരമില്ലാതെ രണ്ട് ദിവസം നടന്ന ചർച്ചയുടെ ഒടുവിൽ ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയെന്നല്ലാതെ അത് വി ഡി സതീശന്റെ ആത്മാർത്ഥതയോടുകൂടിയുള്ള നിലപാടാണോ? വി ഡി സതീശൻ എന്ന് പറയുന്നയാൾ കാപട്യത്തിന്റെ ആൾ രൂപമാണ് എന്ന വിമർശനത്തെ ശരിവെക്കുന്നതല്ലേ ഇപ്പോൾ വന്നിട്ടുള്ള സമീപനം? വി ഡി സതീശന്റെ സാധാരണഗതിയുള്ള പ്രതികരണങ്ങൾ ശ്രീകുമാർ ചേട്ടൻ ഉൾപ്പെടെ അറിയുന്നതല്ലേ? ഏതെങ്കിലും ഒരു വിഷയം അദ്ദേഹത്തെ സ്പർശിക്കുന്നതായിട്ട് വന്നാൽ അപ്പോ ക്ഷിപ്രമായിട്ട് മറുപടി കൊടുക്കുന്നയാളല്ലേ? അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ ഇന്നലെ രാവിലെ തുടങ്ങിയിട്ട് ഇന്ന് ഈ സന്ധ്യാസമയം വരെ വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നിയമസഭയിൽ ഇങ്ങനെ ഓറലായിട്ട് ഞാൻ പത്രത്തിൽ വായിച്ചറിഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും കടുത്ത ഭാഷ അദ്ദേഹം ഉപയോഗിച്ചില്ലല്ലോ. അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഈ ശരീരഭാഷയെ കുറിച്ചൊക്കെയാണല്ലോ പലപ്പോഴും CPM-ന്റെ നേതാക്കളെ കുറിച്ചിട്ട് കോൺഗ്രസിന്റെ ആളുകൾ നടത്തുന്ന വിമർശനം. ശരത്തെ, ഇന്നലെ ഈ വിഷയത്തിൽ അദാനി ഗ്രൂപ്പിന് ഇങ്ങനെ ഒരു അവിഹിത ഇടപെടൽ നടത്താനും അതുപോലെ തന്നെ മദ്യ നികുതിയിൽ ഇളവ് വരുത്തി മദ്യ കമ്പനികൾക്ക് ചൂട്ടുപിടിക്കുന്നതിലും പ്രതിഷേധിച്ചിട്ട് സഭ ബഹിഷ്കരിച്ചു പ്രതിപക്ഷം. അതിനുശേഷം വി ഡി സതീശൻ നടത്തുന്ന പ്രസംഗം നടത്തുമ്പോൾ, നിയമസഭയിൽ നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷ നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ നോക്കൂ. അപ്പോൾ വളരെ പകൽ പോലെ വ്യക്തമല്ലേ നമ്മുടെ മുന്നിൽ കാര്യങ്ങൾ? ഈ പറഞ്ഞ ദുരൂഹമായിട്ടുള്ള മംഗലാപുരം യാത്ര അദാനി ഗ്രൂപ്പിന്റെ കപ്പലിൽ, അതും രാഹുൽ ഗാന്ധിയൊക്കെ അതിനിശിതമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്ന അദാനി ഗ്രൂപ്പിന്റെ വിമാനത്തിൽ പോകുന്നതും, തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കുന്നതും, അതിന്റെ സെക്രട്ടറി ആയിട്ട് സ്വന്തക്കാരനെ കൊണ്ടുവന്ന് നിയമിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ അദാനി ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വിശദീകരണം ഉണ്ടല്ലോ, അനൗപചാരികമായി സർക്കാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അനൗപചാരികമായി അവരങ്ങനെയാ പറയുന്നത്, അവർ ഈ നിലപാടിനെ ന്യായീകരിക്കുന്ന അങ്ങനെയാ. അനൗപചാരികമായി സർക്കാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ആ അനൗപചാരിക ചർച്ച തന്നെയല്ലേ മംഗലാപുരം യാത്ര? അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ മുസ്തഫ പക്ഷേ കേരളത്തിന് ശ്രീ മുസ്തഫ അവിടെ ശ്രീ മുസ്തഫ ഒരു തർക്കം രൂപപ്പെടുന്നുണ്ട്. അതായത് സർക്കാർ പറയുന്നു ഇത് അറിഞ്ഞിട്ടേ ഇല്ല, ഇങ്ങനൊരു കാര്യമേ അറിയില്ല, കരാർ പ്രകാരം സർക്കാരിനെ മുൻകൂർ അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ ആ കമ്പനി പറയുന്നു അനൗപചാരിക ചർച്ച നടന്നു. ഏത് വിശ്വസിക്കും? ഒരു ഭാഗത്ത് സർക്കാർ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നത് കേരളത്തെ നയിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ? അത് അവിശ്വസിക്കണം എന്ന നിലയ്ക്ക് പറഞ്ഞാൽ ഒരു പ്രതിപക്ഷവാദത്തിനപ്പുറം അതിന് എന്ത് കഴമ്പാണുള്ളത്? മുഖ്യമന്ത്രി പറയുകയാണ് അറിഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ മുഖ്യമന്ത്രി വി ഡി സതീശൻ അങ്ങനെ പ്രസ്താവനകൾ നടത്തുന്നതിൻ്റെ ഉസ്താദല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, മദ്യനികുതിയുടെ ഇളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എടുത്ത നിലപാട് എന്തായിരുന്നു? ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ ബജറ്റിൽ ഈ പ്രപ്പോസൽ വന്നു, അതിനിശിതമായ വിമർശനമായി, നിയമസഭക്കകത്തും പുറത്തും പ്രശ്നമായി. VM സുധീരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ആ നിലപാടിനെ വിമർശിച്ചു, തിരുത്തണമെന്ന് പറഞ്ഞു. കോൺഗ്രസ് ഹൈക്കമാൻഡിന് കത്തുകൾ പോയി. മറുപടി പറയുമ്പോൾ വി ഡി സതീശൻ പറയുന്നു ഈ ബജറ്റിലെ നിർദ്ദേശം നടപ്പിലാക്കണമെങ്കിൽ UDF തീരുമാനിക്കണം. UDF നടപ്പിലാക്കണ്ട എന്ന് തീരുമാനിച്ചാൽ നടപ്പിലാക്കില്ല. UDF നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ചാൽ ബജറ്റിൽ പറഞ്ഞ ഈ നികുതിയായിരിക്കും ഉൾപ്പെടുത്തുക. ഇതാണ് ബജറ്റിന്റെ മറുപടി പ്രസംഗത്തിൽ വി ഡി സതീശൻ പറഞ്ഞത്. പക്ഷെ എന്നിട്ട് ശരത്തെ നമ്മൾ കാണുന്നത് എന്താ? ഇന്നലെ നിയമസഭയിൽ ഫിനാൻസ് ബിൽ വരികയല്ലേ? ബജറ്റിൽ വെച്ച ഈ നികുതി നിർദ്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫിനാൻസ് ബിൽ എന്ന് പറഞ്ഞ ബില്ല് എന്ന് പറഞ്ഞാൽ എന്താ? അത് നിയമസഭ പാസ്സാക്കി കഴിഞ്ഞാൽ നിയമമായെന്ന്. ഇനി അത് ബില്ലല്ല, അത് നിയമമായി. ആ നിയമം നടപ്പിലാക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ 10 ദിവസം മുമ്പ് നിയമസഭയിൽ പറഞ്ഞ മറുപടിക്ക് ഘടകവിരുദ്ധമായി കോൺഗ്രസിന്റെ ഏറ്റവും പ്രാമാണികനായ VM സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകൾ തള്ളിപ്പറഞ്ഞ, കേരളത്തിലെ പൊതുസമൂഹമാകെ തള്ളിപ്പറഞ്ഞ ഈ ലോ ആൽക്കഹോൾ നികുതി ഇളവ് നടപ്പിലാക്കാൻ ഒരു മടിയുമില്ലാതെ നിയമസഭയെ പോലും അതിന്റെ പാർലമെന്ററി മര്യാദകളെ പോലും ലംഘിച്ചില്ലേ? അവിടെ സബ്ജക്ട് കമ്മിറ്റി കൂടുന്നില്ല, ബിസിനസ് എന്നിട്ട് ഒളിച്ചു കടത്തി ഇത് നടപ്പിലാക്കിയില്ലേ? അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഈ വിഷയത്തിൽ എങ്ങനെ നമുക്ക് ശരി ഡോക്ടർ മുസ്തഫ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച്
വരാം സാർ, താങ്കളിലേക്ക് വരാം. അതായത് മദ്യനികുതിയുടെ പ്രശ്നം, അതിൽ കൊടുത്ത ഉറപ്പും സഭയിൽ കണ്ടതും ധനബില്ലിലൂടെ ആ നികുതി യാഥാർത്ഥ്യമാക്കി എടുത്തതും വെച്ചാണ് മുഖ്യമന്ത്രി പറയുന്ന വാക്കുകൾ വിശ്വസിക്കാവുന്നതല്ല എന്ന് അതിനൊരു വിശ്വാസക്കുറവുണ്ട് എന്ന് ഈ വിഷയത്തിൽ അദാനി കമ്പനി പറയുന്നു അനൗപചാരിക ചർച്ച നടന്നു, സർക്കാർ പറയുന്നു ചർച്ച നടന്നിട്ടില്ല, അറിയിച്ചിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ അതിലൊരു അവിശ്വസനീയതയുണ്ട് എന്നത് എങ്ങനെയാണ് എന്നാണ് ശ്രീ മുസ്തഫ ഒരു ഉദാഹരണ സഹിതം പറയാൻ ശ്രമിച്ചത്. ഞാൻ ശ്രീ ജോർജ് ജോസഫിലേക്കാണ് വരുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം, വാർത്താക്കുറിപ്പ് എന്തുകൊണ്ട് ഇത്ര വൈകി? ഇങ്ങനെ രായ്ക്ക് രാമാനം ഇങ്ങനൊരു വാർത്താക്കുറിപ്പ് ഇന്ന് വൈകുന്നേരം സന്ധ്യയ്ക്ക് ഇറക്കാൻ മുഖ്യമന്ത്രി നിർബന്ധിതനായതാണോ? കെ സി വേണുഗോപാൽ ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്തി അദാനി കേരളത്തിൽ സൂപ്പർ സർക്കാരാകാൻ നോക്കേണ്ട എന്ന് പറഞ്ഞതിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അങ്ങനെ ഒരു സംശയം കോൺഗ്രസിന് തന്നെ വന്നു തുടങ്ങിയോ? ഇതാണ് അതിലെ പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ വാർത്താക്കുറിപ്പ് വൈകി ഇറക്കിയ ഒരനുഭവം കൂടി ഞാൻ സൂചിപ്പിക്കാം. അതായത് ചാൻസലർ എന്ന നിലയിൽ കേരളത്തിലെ സർവകലാശാലകളിൽ ഒക്കെ ഭരണമാറ്റത്തിന് ശേഷം എങ്ങനെയാണ് ഗവർണർ പെരുമാറുന്നതെന്നറിയാം. അതിനിടയിൽ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഗവർണർ വകുപ്പ് സെക്രട്ടറിമാരെ ലോക് ഭവനിലേക്ക് വിളിക്കുന്നു, ഭരണത്തിൽ ഇടപെടുന്നു, അവരുമായി നേരിട്ട് ചർച്ച നടത്തുന്നു. ഇങ്ങനൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് വാർത്തയാകുന്നു. അത് അങ്ങേയറ്റം ഗൗരവതരമായ സാഹചര്യമാണ്. ഗവർണർ ഭരണത്തിൽ കയറി കളിക്കുകയാണ് എന്ന് പറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവാണ്, മുഖ്യമന്ത്രിയല്ല. വിമർശിച്ചത് മുഖ്യമന്ത്രിയല്ല. അങ്ങനെ മുഖ്യമന്ത്രി ആ സമീപനത്തെ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ആ വിമർശിച്ച ശേഷം ആ ദിവസവും കഴിഞ്ഞ് അടുത്ത ദിവസമാണ് അതുമായി ബന്ധപ്പെട്ടൊരു വാർത്താക്കുറിപ്പ് വൈകി അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയത്. അപ്പോൾ വൈകി വാർത്താക്കുറിപ്പ് ഇറക്കുന്ന ഈ ഒരു മാസത്തിനിടെ ഇത് ആദ്യമല്ല. വിവാദപരമാകുന്ന ഈ സർക്കാരിൻ്റെ താല്പര്യങ്ങളുമായി ബന്ധപ്പെടുത്തി സംശയിക്കുന്ന വിഷയങ്ങളിൽ നിവൃത്തിയില്ലാതെ വാർത്താക്കുറിപ്പ് വൈകി ഇറക്കുന്ന ഒരു ശൈലിയും ഒരു മാസത്തിനിടയിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചു എന്നതിനു വേണ്ടിയാണ് ഞാൻ അക്കാര്യം സൂചിപ്പിച്ചത്. ശ്രീ ജോർജ് ജോസഫ് അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന് ഇക്കാര്യത്തിൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവാണോ ഇക്കാര്യങ്ങളിലുള്ള പ്രശ്നം പിശകാദ്യം ചൂണ്ടിക്കാട്ടിയത് ശ്രീ ജോർജ് ജോസഫ്? അത് ഇപ്പോൾ വി പി മുസ്തഫ അതിന് മറുപടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവിൻ്റെ ആ വിമർശനം ശരിവെച്ചുകൊണ്ട് ആണോ സഭയ്ക്കകത്ത് മുഖ്യമന്ത്രിക്ക് സംസാരിക്കേണ്ടി വന്നത്, ഇന്ന് വൈകുന്നേരം വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നത്? അപ്പോൾ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആരും വിശ്വസിക്കില്ല, ആരും ഗൗനിക്കില്ല എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നിലനിൽക്കുന്ന വാദമാണോ? ശ്രീ ശരത്ത്, ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജൂൺ 29-നാണ് ഇത് സംബന്ധിച്ചുള്ളൊരു വാർത്തയും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അത് പ്രതിഷേധാർഹമാണ്, അല്ലെങ്കിൽ അത് ഞങ്ങളുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതുപോലെ നിയമസഭയ്ക്കകത്തും പറയുന്നു. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി MSC ഷിപ്പിംഗ് കമ്പനിയുമായി അദാനി പോർട്ട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്ന കമ്പനി ഈ ഡീൽ നടത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഓഹരി ഇടപാട് പൂർണ്ണമായി കഴിഞ്ഞു. അത് ഇത്തരത്തിലുള്ള ഓഹരി ഇടപാടുകൾ അംഗീകരിക്കേണ്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഏജൻസി എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. ആ സെബിയുടെ അംഗീകാരം ഈ ഡീലിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഓൾറെഡി ഈ ഒരു ഓഹരി കൈമാറ്റം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനെ റിവോക്ക് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകുന്നില്ല. അവിടെ എന്താണ് ഇനി ചെയ്യാൻ കഴിയുന്നത്? ലീഗലായിട്ടുള്ളൊരു പരിഹാരത്തിലേക്ക് പോകാനേ കഴിയുള്ളൂ. കാരണം ഓൾറെഡി കച്ചവടം നടന്നു കഴിഞ്ഞു, സെബി അംഗീകരിച്ചു കഴിഞ്ഞു, അതുപോലുള്ള കാര്യങ്ങളിലേക്ക് അത് പോയി കഴിഞ്ഞു. അപ്പോൾ ഇനിയൊരു ലീഗലി, കാരണം നേരത്തെ പറഞ്ഞതുപോലെ 25% അധികം ഓഹരികൾ വിൽക്കുമ്പോൾ അത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു മുൻകൂർ അനുമതി വേണം എന്നുള്ളൊരു പ്രൊവിഷൻ, കരാറിലെ പ്രൊവിഷൻ വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള മാർഗം. അപ്പോൾ അത് ചലഞ്ച് ചെയ്യുമോ, അത്തരത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ അറിയേണ്ടത്. അതല്ലാതെ അദാനി പോർട്ട്സിൻ്റെ മാനേജ്മെൻറ്റിനോട് ഇത് ഞങ്ങൾ അറിയാതെ ചെയ്ത് ശരിയായില്ല, ഇത് അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു അവർക്കൊരു ലെറ്റർ കൊടുക്കുക എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ ലെറ്റർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു തട്ടാമുട്ടും മറുപടി അവരതിന് കൊടുക്കും. അവിടെ അവസാനിക്കുന്നൊരു കാര്യമല്ല ഇത്. ഇതിൻ്റെ ശരത്തെ, ഇതിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇന്ത്യയിൽ MSC എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായിട്ടുള്ള കമ്പനി ഇന്ത്യയിലെ ഷിപ്പിംഗ് മേഖലയിൽ ഒരു കുത്തക പിടിക്കാൻ പോകുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെയ്നർ പോർട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന
ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ 1000 കപ്പലുകൾ ഷിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ വിഴിഞ്ഞം പോർട്ടിന് പുറമേ ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിൽ MSC ഷിപ്പിംഗ് കമ്പനിക്ക് പങ്കാളിത്തമുണ്ട്. അവിടെയും അദാനിയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ എണ്ണൂർ പോർട്ടിൽ അദാനി ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റൊരു പോർട്ടാണ് എണ്ണൂർ പോർട്ട്. എണ്ണൂർ പോർട്ടിലും MSC ഷിപ്പിംഗ് കമ്പനിയുടെ ഓഹരി പങ്കാളിത്തമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ വികസന സാധ്യതയുള്ള ഒരു തുറമുഖത്തിൽ ഈ കമ്പനി മൂന്നാമതൊരു തുറമുഖത്തിൽ ഈ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഓഹരി പങ്കാളിത്തത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ ഒരു വലിയ അപകടം പിടിച്ച സ്ഥിതിവിശേഷമാണ്. അത് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. മറ്റൊരു കാര്യം കൂടി ശരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ MSC ഷിപ്പിംഗ് കമ്പനി വരുന്നതോടുകൂടി ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക ഉയർന്നു വന്നിട്ടുണ്ട്. MSC ഷിപ്പിംഗ് കമ്പനി മറ്റ് ഷിപ്പിംഗ് കമ്പനികളെ അനുവദിക്കാതിരിക്കുമോ, അവരുടേത് മാത്രമായിട്ടുള്ളൊരു കണ്ടെയ്നർ ട്രാഫിക്കിങ്ങിലേക്ക് ഇത് മാറുമോ എന്നതടക്കമുള്ള ആശങ്കകളെല്ലാം ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ പോർട്ട് അധിഷ്ഠിതമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ അവരെത്രമാത്രം ഇൻവോൾവ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ഇൻവോൾവ് ചെയ്യാൻ വരുന്ന കമ്പനികളുടെ കാര്യത്തിൽ അവരുടെ ആശങ്ക എത്രത്തോളം ഉയർന്നു വരുന്നുണ്ട് എന്നതടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് ഉയർന്നു വരുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് ഈ MSC ഷിപ്പിംഗ് കമ്പനിയുടെ 49% ഓഹരി പങ്കാളിത്തത്തിലേക്ക് പോകുന്നത് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ അപകടകരമായൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ശരത്തെ. അതായത് നമ്മൾ നെറ്റിൽ ഗൂഗിളിലും അതുപോലുള്ള കാര്യങ്ങളിലും പരതിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. MSC ഷിപ്പിംഗ് കമ്പനിയുടെ കാര്യത്തിൽ അവർ നൊട്ടോറിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഡ്രഗ് ട്രാഫിക്കിങ്ങിൽ പല സംഭവങ്ങളിൽ MSC ഷിപ്പിംഗ് കമ്പനിയെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ അമേരിക്കയുടെ ചരിത്രത്തിന് തന്നെ ഏറ്റവും വലിയ കൊക്കൈൻ കണ്ടെത്തിയത് MSC ഷിപ്പിങ്ങിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു കപ്പലിൽ നിന്നാണ്. അത് 1.3 ബില്യൺ, അതായത് $130 കോടി കൊക്കൈൻ, 20 ടൺ കൊക്കൈൻ ഈ MSC ഷിപ്പിംഗ് കമ്പനിയുടെ ഷിപ്പിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ലോകത്തെ ആകമാനം പരിശോധിക്കുമ്പോൾ ഇത്തരം ഇൻസിഡൻറ്റുകൾ 20ഓളം സംഭവങ്ങൾ ഈ ഷിപ്പിംഗ് കമ്പനിയുടെ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് ഈ ഷിപ്പിംഗ് കമ്പനീനെ പല ഈ ഡ്രഗ് കാർട്ടലുമായി ബന്ധമുണ്ട് എന്ന് ഇത് കമ്പനി ഇതെല്ലാം നിഷേധിക്കുന്നുണ്ട്. ഇത് അങ്ങനെ നടന്നതാണ്, ഞങ്ങൾക്കറിയില്ല, ക്രൂ മെമ്പേഴ്സ് ചെയ്താണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ MSC ഷിപ്പിംഗ് കമ്പനിയെ അമേരിക്ക ബാൻ ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ അവരുടെ ഷിപ്പുകൾ കുറേ നാളത്തേക്ക് അടുപ്പിക്കാതിരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കമ്പനിയാണ്, അങ്ങനെ ഒരു നൊട്ടോറിയസ് ട്രാക്ക് റെക്കോർഡ് കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ അദാനി കൊണ്ടുവരുന്ന ശ്രീ ജോർജ് ജോസഫ് അതായത് ഈ അദാനി കൊണ്ടുവരുന്ന ഈ പുതിയ പാർട്ട്ണർ ഉണ്ടല്ലോ, ആ പാർട്ട്ണർക്ക് ഇപ്പോഴത്തെ ഈ കരാറിൽ ഈ മുൻകൂർ അനുമതി വേണം എന്നതൊക്കെ അതിലൊക്കെ വെള്ളം ചേർത്ത് ഒരു പുതിയ കീഴ്വഴക്കം, അത് ഒരു പേപ്പർ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഇത്തരം ഒരു അതൃപ്തി ചോദിക്കുന്നു, അതൃപ്തി എക്സ്പ്രസ് ചെയ്യുന്നു, അത് അദാനി എന്ന കമ്പനി ഉൾക്കൊള്ളുന്നു. അതോടെ ഈ സർക്കാരിൻ്റെ അതൃപ്തി എല്ലാം കുറയുന്നു, അലിഞ്ഞു പോകുന്നു. അതോടുകൂടി അവർക്ക് ഈ പാർട്ട്ണർഷിപ്പ്, ഈ ഷെയർ ട്രാൻസാക്ഷൻ സെറ്റിൽ ചെയ്തെടുക്കാൻ കഴിയുന്നു എന്ന് തന്നെയാണ്. അതിന് വലിയ സാധ്യത കാണുന്നുണ്ട്. നമ്മൾ ഈ ഒരു മാസത്തെ ശൈലിയിൽ തന്നെ പല രീതികളിൽ പല കാര്യങ്ങളിലും അത് കണ്ടതാണ്. അങ്ങനെ ഒരു കാര്യം. മറ്റൊന്ന്, ഇതിന് സെക്യൂരിറ്റി ക്ലിയറൻസ് വേണ്ടതുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റേത്. കാരണം ഇത് വിദേശ കമ്പനിയാണ്, ഇത് തന്ത്രപ്രധാന മേഖലയാണ്. മുൻപ് വിദേശ കമ്പനി വന്നപ്പോൾ അതിൻ്റെ പേരിൽ മൻമോഹൻ സർക്കാരിൻ്റെ കാലത്ത് റിജക്റ്റ് ചെയ്യപ്പെട്ടതാണ് ആ ടെൻഡറും മറ്റും, നമുക്കറിയാവുന്ന കാര്യം. ഇന്നത്തെ മോദി സർക്കാരിൻ്റെ കാലത്ത് അദാനി കൊണ്ടുവരുന്ന ഈ പുതിയ പാർട്ട്ണർക്ക് കേന്ദ്രം സെക്യൂരിറ്റി ക്ലിയറൻസ് കൂടി കൊടുത്താൽ എല്ലാമായി. സാധ്യത വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. അല്ല, സെക്യൂരിറ്റി ക്ലിയറൻസ് കേന്ദ്രം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ ശരത്തെ? കാരണം നമുക്കറിയാം അദാനിയും മോഡിയും BJPയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അദാനി ഭരണത്തിന് കീഴിൽ മോഡിയുടെ സാമ്രാജ്യം, ബിസിനസ് സാമ്രാജ്യം വളർന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്താണ്, പലവട്ടം ചർച്ചയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ പോകണ്ട. അതുകൊണ്ട് അദാനിക്ക് കേന്ദ്രത്തിൻ്റെ ഒരു ക്ലിയറൻസ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം ഇതാണ്. അതായത് വെറും ഒരു ഡിസെൻഡിങ് നോട്ട്, ഞങ്ങളുടെ ഒരു അതൃപ്തി അറിയിച്ചുകൊണ്ട് അദാനി പോർട്സിൻ്റെ മാനേജ്മെൻറ്റിന് ഒരു കത്തയക്കുക മാത്രമാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് ചെയ്യേണ്ടത്? ഇത്തരം സ്ട്രാറ്റജിക് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ളൊരു തുറമുഖത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത് ഇനി ഗവൺമെൻറ്റിന്, കാരണം ഇത് ആൾറെഡി ഈ ഡീൽ നടന്നു കഴിഞ്ഞു, കച്ചവടം കഴിഞ്ഞു, ഓഹരി കൈമാറ്റത്തിലേക്ക് പോകുന്നു. കേന്ദ്രത്തിൻ്റെ ഒരു ക്ലിയറൻസ് കൂടി കിട്ടും. കാരണം കേരള സർക്കാരിനെ പുല്ലുവില കൽപ്പിക്കുന്നില്ല.
ഞങ്ങൾ നിങ്ങളെ പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല എന്നാണ് അദാനി ഇതിലൂടെ പറയുന്നത്. നിങ്ങളുടെ ഒരു അനുമതി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അതങ്ങനെ ആലോചിക്കാൻ പോകുന്നില്ല. സത്യത്തിൽ ഓരോ കേരളീയനും കേരളം അങ്ങേയറ്റം അപമാനിക്കപ്പെട്ട ഒരു സാഹചര്യം കൂടിയാണ്. 5595 കോടി മുടക്കി സ്റ്റേറ്റിന്റെ തുറമുഖമാണിത്. അതിൽ വെറും 2000-ൽ പരം കോടി മാത്രമാണ് ഈ അദാനി മുടക്കിയിട്ടുള്ളത്. അതിൽ നിന്നാണ് ഈ 13000 കോടിയുടെ ഈ കച്ചവടത്തിലേക്ക് പോയത്. ഇവിടുത്തെ സർക്കാർ ആ വിഷയത്തിൽ സംസ്ഥാനം ഇവിടുത്തെ മനുഷ്യന്റെ പൈസയാണിത്, ആ പൈസ ഉപയോഗിച്ച് കെട്ടിപ്പടുത്തതാണ്. അങ്ങനെ ഒരു തുറമുഖത്തിന്റെ കാര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത്, ഈ വലിയ ചതി സംഭവിക്കുന്നത്. അതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ വാർത്താക്കുറിപ്പുണ്ടല്ലോ, ഇന്ന് മുഖ്യമന്ത്രി ഇറക്കിയ കുറിപ്പ്, ഞാൻ ശ്രീകുമാറിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളുടെ ഭാഗത്തു നിന്ന് ഒരു ക്ലാരിറ്റി, താങ്കളോട് തന്നെയാണ് ഒരു ക്ലാരിറ്റി വേണം. അതായത് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഈ വാർത്താക്കുറിപ്പ് താങ്കൾ പറഞ്ഞതുപോലെ ഒരു അതൃപ്തിക്കപ്പുറം ഇനി എന്ത് ചെയ്യാൻ അതൃപ്തി അറിയിക്കുന്നതിനപ്പുറം ഇനി എന്തു ചെയ്യാൻ പോകുന്നു, നിയമപരമായി നീങ്ങാൻ പോകുന്നു, ഇതൊരു തരത്തിലും വകവെച്ചു കൊടുക്കില്ല എന്നൊരു മെസ്സേജ് മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് താങ്കളെ പോലുള്ളവർക്ക് നൽകുന്നുണ്ടോ? ഇല്ല, അതാണ് പ്രശ്നം. അതായത് അതൃപ്തി അറിയിക്കുന്നു. ഇനി ഗവൺമെന്റിന്റെ മുമ്പിലുള്ള മാർഗം കരാറിന്റെ ലംഘനം നടന്നിരിക്കുന്നു. ഈ കരാറിന്റെ വ്യവസ്ഥ പ്രകാരം 25%-ലധികം ഓഹരികൾ കൈമാറുന്നതിന് ഇതിലെ നിർണായകമായ പങ്കാളിത്തം വഹിക്കുന്ന കേരള സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന വ്യവസ്ഥ ലംഘിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ലീഗലി അതിനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥി ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, എൻ ശ്രീകുമാർ, ഇപ്പോൾ ജോർജ് അതല്ലാതെ വേറൊരു മാർഗം ഇല്ല. കാരണം ഓൾറെഡി സെബി അംഗീകരിച്ച് കഴിഞ്ഞു. അതാണ്, സെബി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ഡീലായി ഇതും മാറിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലൊരു സാഹചര്യത്തിൽ ഒരു അതൃപ്തി അറിയിക്കുന്ന ഒരു കത്തിൽ ഒതുങ്ങുന്ന പ്രശ്നമല്ല ഇത്. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വളരെ ശക്തമായി തന്നെ നിയമപരമായി ലീഗലി മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണവും ഈ കത്ത് നൽകുന്നില്ല എന്നൊരു പ്രശ്നം ഇതിനകത്ത് അടങ്ങിയിട്ടില്ലേ? ഒരു വിഷയത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതല്ലേ? മാത്രമല്ല ആ കമ്പനി പറയുന്നു അനൗപചാരികമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഒരു ഗ്രീൻ സിഗ്നൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് അനൗപചാരികമായി. എന്നാൽ സർക്കാർ പറയുന്നു സംസാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഈ ഒരു അവ്യക്തത ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അത് തീർക്കുക എന്ന് പറയുന്ന അതിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയിൽ തന്നെയല്ലേ നിക്ഷിപ്തമായിട്ടുള്ളത്? അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ഭരണനാഥനാണ്, അതുപോലെ തന്നെ തുറമുഖ വകുപ്പ് മന്ത്രി കൂടിയാണ്. അപ്പോൾ ഈ അതൃപ്തി അറിയിക്കുന്ന കത്തിനപ്പുറത്തേക്ക് ഈ ഡീല് തന്നെ നടന്നു വന്ന സാഹചര്യത്തിൽ ഒരു മുൻകൂർ അനുമതിയും വാങ്ങിയിട്ടില്ല എന്ന് പറയുന്ന നിലയ്ക്ക് നിയമപരമായി തന്നെ നീങ്ങുന്നതിൻ്റെ ഒരു വിശദീകരണം അതല്ലേ യഥാർത്ഥത്തിൽ കേരളത്തോട് സർക്കാർ നടത്തേണ്ടത്? നോക്കൂ ശ്രീ ശരത്തെ, ഞാൻ ഈ രണ്ട് സ്നേഹിതന്മാരും പറയുന്ന കഥകൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവരാരും ഇന്നലത്തെ നിയമസഭയിലത്തെ പ്രസംഗമോ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോ കൃത്യമായി വായിച്ചിട്ടില്ലെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. ഇന്നത്തെ പ്രസ്താവന തന്നെ ശരത്തെടുത്തുനിന്ന് വായിച്ചു നോക്കുക. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ സർക്കാർ തുടർ നടപടി സ്വീകരിക്കും. ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് സർക്കാർ. ഇപ്പോൾ ഈ കാര്യത്തിൽ വിശദീകരണം ഒക്കെ തേടി നിയമപരമായിട്ട് നോക്കാൻ. ഈ ഓഹരി വിറ്റു, അത് സെബി അംഗീകരിച്ചു എന്നൊക്കെ ശ്രീ ജോർജ് ജോസഫ് പറയുന്നുണ്ട്. എനിക്കറിയില്ല കേട്ടോ, അത് അദ്ദേഹത്തിന് കിട്ടിയവരായിരിക്കും, എനിക്കെന്തായാലും അറിയില്ല. അതുപോലെ അദ്ദേഹം പറഞ്ഞൊരു 1000 കപ്പൽ വന്നു. ഈ 1000 കപ്പൽ വന്നതിനൊക്കെ ആരാ പറഞ്ഞത്? അതെന്തെങ്കിലും 1000 കപ്പൽ വന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ ആഴ്ച വലിയ വാർത്തയായിരുന്നു. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും ഒരു അരമണിക്കൂർ കുറ്റം പറയാൻ വേണ്ടെന്നേ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇടപെടല്ലേ? ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. അല്ലല്ല, എന്റെ കെയർ ഓഫിൽ അല്ലല്ല, ഞാൻ ദുർവ്യാഖ്യാനം നടത്തിയിട്ടില്ല, ഞാൻ അറിഞ്ഞില്ലെന്നേ പറഞ്ഞുള്ളൂ. ഞാൻ പറയുന്നേ വെക്കും, ഞാൻ പറയട്ടെ എൻ്റെ സുഹൃത്തെ, നിങ്ങൾ കുറേ സംസാരിച്ചല്ലോ, ഞാൻ പറയട്ടെ. ദുർവ്യാഖ്യാനം നടത്തിയിട്ടില്ല, ഞാൻ അറിഞ്ഞില്ലെന്നേ പറഞ്ഞുള്ളൂ. താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകാം, സെബി അത് അംഗീകരിച്ച താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകാം, എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതിൽ 1000 കപ്പൽ വന്നു എന്നുള്ളത് എനിക്കറിയില്ല, താങ്കൾക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു. താങ്കൾ വരുന്നത് താങ്കൾക്ക് അറിവുണ്ടെന്നായിക്കോട്ടെ, എന്തായാലും രേഖകളില്ലെന്നൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നത്, അവിടെ നിൽക്കട്ടെ. പിന്നെ ശ്രീ VPP മുസ്തഫ ഇതിൻ്റെ ഒരു കെയർ ഓഫിൽ എന്തായാലും ഞാനൊന്ന് പറയട്ടെ എൻ്റെ സുഹൃത്തെ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾ വാദിച്ചോളൂ, ഞാൻ പറയട്ടെ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ കേൾക്കണമല്ലോ. എന്റെ കെയർ ഓഫിൽ നിങ്ങൾക്ക് VD സതീശനെ തെറി പറയാനല്ലല്ലോ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. അല്ലല്ല, അങ്ങനെ 1000ാമത്തെ കപ്പൽ വന്നത് UDF കാലത്ത് തന്നെയാണ്. ആയിക്കോട്ടെ, 1000 കപ്പൽ അടുത്തുനിന്ന്
കഴിഞ്ഞ ആഴ്ചയാണെങ്കിലും അതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയാണെങ്കിലും 1000 കപ്പൽ അടുത്തുനിന്ന് എന്നോട് ആരും എനിക്ക് അതിനുള്ള വിവരമൊന്നും കിട്ടിയിട്ടില്ലെന്ന് മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട വളരെ മറ്റേ ഔദ്യോഗികമായി അറിയുന്ന ആളുകളും ഇതൊന്നും അങ്ങനെ അംഗീകരിച്ചായിട്ട് എൻ്റെ അറിവിലില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ ശരി, ആയിക്കോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല, അവിടെ നിന്നോട്ടെ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ VP മുസ്തഫ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ വലിയൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ വായിക്കാം. സർക്കാർ അനുമതി ഇല്ലാതെ തുറമുഖം ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യാനാകില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സർക്കാർ അനുമതി ഇല്ലാതെ ഉടമസ്ഥാവകാശം മാറ്റാനാവില്ല, കൃത്യമായി പറഞ്ഞു. ആരെ? മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞതാണ്. അത് തന്നെ ഇന്ന് പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. ഇത് അവരെ അതൃപ്തി അറിയിച്ച് എന്തിനാണെന്നറിയാമോ? ഗവൺമെൻറ് അറിയാതെ 49% ഓഹരി കൈമാറ്റം ചെയ്തു എന്നൊരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെങ്കിൽ അത് അതൃപ്തി അറിയിച്ചു. നിയമപരമായ നേരിടാൻ ഇതൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റി ഉണ്ടാക്കിയത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കൂ. ശരിക്കും തോന്നുന്ന ചീഫ് സെക്രട്ടറി അതിൻ്റെ തലവെന്ന് തോന്നുന്നു. ആ കമ്മിറ്റി അതിൻ്റെ തുടർ നടപടി സ്വീകരിച്ച് എന്തായാലും നിയമപരമായിട്ട് കേരള ഗവൺമെൻറ് അറിയാതെ ഓഹരി കൈമാറ്റം സാധ്യമല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിൽ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഓരോന്നിനും ഇങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ശേഷമാണ്, വേണുഗോപാൽ പറഞ്ഞ ശേഷമാണ് മുഖ്യമന്ത്രി പ്രസ്താവന, മുഖ്യമന്ത്രിയുടെ സമയത്തിന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ആ പ്രസ്താവനയുടെ അതേ രൂപത്തിൽ ഒന്നുകൂടെ ശക്തമായിട്ട് ഇന്നലെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം പ്രസ്താവന ഇറക്കിയെന്ന് വെച്ചാൽ ഇന്നലെ സഭയിൽ പറഞ്ഞത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വൈകുന്നേരം ഇറക്കിയത്. പിന്നെ ഞാനിതിൽ ശ്രീ പിണറായി പ്രതിപക്ഷ നേതാവിനെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയാൻ കാരണം, ശ്രീ മുസ്തഫ, നിങ്ങൾ ഭരിക്കുമ്പോൾ അതാണ് നിങ്ങളുടെ സുഹൃത്താണ്. പ്രതിപക്ഷത്താവുമ്പോൾ നിങ്ങൾ ഇടതുപക്ഷവും തീവ്ര വിപ്ലവകാരികളാകും. നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് മുതലാളിത്ത ചെങ്കാത്ത പുണരുകയാണ് ചെങ്കാത്തത്തെ. അത് മനസ്സിലായല്ലോ. അത് വിഴിഞ്ഞ ഉദ്ഘാടന സമയത്ത് നമ്മൾ കണ്ടതല്ലേ. അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ ശ്രീ മുസ്തഫെ? അതിലും വലുതുണ്ടോ ഇടതുപക്ഷ ഗവൺമെൻറ്? എന്നിട്ട് വെറുതെ എന്തിനാ അദാനിയൊക്കെ പിടിച്ച് നിങ്ങളെ ഇതാവുന്നത്? അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞാൽ ഒരു കാരണം. രണ്ടാമത്തെ കാര്യം, ഇതിൽ 6000 കോടിയുടെ അഴിമതി ഉന്നയിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ ആ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കരാറ് അംഗീകരിച്ചു. എന്നിട്ട് അതിൽ ഉദ്ഘാടനം നടത്തി. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചുമില്ല, ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞുമില്ല. അത് വലിയ വിവാദമൊക്കെ ആയിട്ട് അദാനി പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടിയാണ് ഇതിനെ ബീജാപാപം ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് വെച്ചാൽ അർത്ഥം, രാഷ്ട്രീയമായിട്ട് വിശ്വസിക്കില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മുഖവിലേക്ക് എടുക്കില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ തന്നെ താങ്കളോട് തന്നെയാണ് എൻ ശ്രീകുമാർ, താങ്കളോട് തന്നെയാണ് ഇവിടെ കണ്ട ദൃശ്യങ്ങളിൽ തന്നെ അവിടെ ഒരു അദാനി അവിടുത്തെ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവായ VD സതീശൻ അടക്കം നിൽക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ ഉണ്ട്. അത് തർക്ക വിഷയമൊന്നുമല്ല, ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്നിട്ട് അവിടെ പോയ ശേഷം അന്നത്തെ പ്രതിപക്ഷ നേതാവ് വളരെ മോശമായ നിലയിലാണ് ആ ചടങ്ങിൽ പോയി അവിടെ നിന്ന് കൊടുത്തുപോയി എന്ന നിലയിൽ അതിനെ ആക്ഷേപകരമായി സംസാരിച്ചതും ഇതേ പ്രതിപക്ഷ നേതാവാണ്, ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, 2017 CNDG റിപ്പോർട്ടിലാണ് ഈ കരാറിലെ വ്യവസ്ഥകൾ മൂലം കേരളത്തിനുണ്ടാകാൻ പോകുന്ന നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞത്. കരാറിലെ വ്യവസ്ഥകളെ കൃത്യമായി ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ വളരെ ശക്തമായി ഇടതുപക്ഷ ഭാഗത്തു നിന്നും. അതിനാധാരമായത് CNDG ആണ്. അതിനർത്ഥം വിഴിഞ്ഞം പോർട്ട് വേണ്ട എന്നുള്ളതല്ല. ഒരു സർക്കാർ തുടർച്ചയാണെന്ന് ഇപ്പോൾ VD സതീശനും പറയുന്നില്ലേ? അതിൻ്റെ തുടർച്ചയിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ആ കരാർ അതിൽ പിശകുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് CNDG ആണ്. അതൊന്ന്. രണ്ട്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സാധ്യമായ നിലയിൽ ആ കരാറിൽ പുതുക്കലുകളും തിരുത്തലുകളും വരുത്തി. നമ്മൾക്ക് വരുമാനം നേരത്തെയാക്കാൻ കഴിയും വിധത്തിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി. അതിനനുസരിച്ച് വരുമാനം നേരത്തെ വരും വിധത്തിൽ ആ കരാറിൽ നിന്നുകൊണ്ട് തന്നെ വരുത്താവുന്ന തിരുത്തലുകൾ വരുത്തി. ഞാൻ ചില വസ്തുതകൾ സൂചിപ്പിച്ചാൽ ചർച്ചയിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ അതും വരണമല്ലോ. ഞാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് ശ്രീകുമാറിനോട് ചോദിക്കാൻ. അതായത് ഇതെല്ലാം പറയുമ്പോഴും കഴിഞ്ഞ 10 വർഷം കേരളം പിണറായി ഭരിക്കുമ്പോൾ ഇതുപോലെ ഓഹരി കച്ചവടം നടത്താൻ അദാനി തുനിഞ്ഞിട്ടില്ല. ഭരണം മാറി കേവലം 1 മാസക്കാലം കൊണ്ട് VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദാനി എത്ര കൃത്യമായിട്ടാണ് കേവലം 2000 കോടി മുടക്കിയ ഈ പോർട്ടിൽ 13,000 കോടി രൂപയുടെ കച്ചവടത്തിന് ലാഭം കൊയ്യുന്നത്? ഭരണമാറ്റത്തിൽ പിണറായിയുടെ 10 വർഷത്തിനിടയിൽ ഇത് നടന്നോ ശ്രീകുമാർ? അദാനി അതിനു വേണ്ടിയിട്ട് നീങ്ങിയോ? ഒറ്റ മാസം കൊണ്ട് കേരളം കാണുകയല്ലേ ഇത്? കഴിഞ്ഞു. ശരത്ത്, VD സതീശനെ വിഴിഞ്ഞം പോർട്ടിൻ്റെ രണ്ടാമത്തെ തവണയാണ് വിളിച്ചത്. ആദ്യം നിങ്ങൾ വേദിയിൽ കയറ്റിയിരുത്തിയത് BJPയുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റിനെയാണ്. കേരളം ഒരുപാട് പരിഹസിക്കുകയും ചെയ്തു. അതിനെ മറന്നുപോയി. ആ പ്രക്രിയ കേരളത്തിൽ ഒരുപാട് തമാശയായി മാറി. നമ്മളെല്ലാവരും ട്രോൾ ചെയ്താണത്. ശരി, നിങ്ങൾ എന്നെ പറയാനും
അതെ, ഒന്നുകിൽ എന്നെ പറയാൻ അനുവദിക്കുക, അല്ലെ എൻ്റെ കെയർ ഓഫിൽ ഞങ്ങൾ BD സതീശനെ കുറ്റം പറയാൻ വേണ്ടി ഈ ചർച്ചാവേദി ഉപയോഗിക്കുകയാണെന്ന് പറയാം. അത് രണ്ടേ ഏതെങ്കിലും ഒരിക്കലുമല്ല. നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കുകയാണ് ഞാൻ കാരണം ഈ ഇതെന്നെ തടസ്സപ്പെടുത്തില്ല. വിഴിഞ്ഞം പദ്ധതിയിൽ നിങ്ങൾക്ക് CPM-ന്റെ ഇരട്ടത്താപ്പ്, മലക്കം മറിച്ചിൽ. ഭരിക്കുമ്പോൾ അദാനി നല്ല ഫ്രണ്ട്, പ്രതിപക്ഷത്താകുമ്പോൾ അദാനി മുതലാളി, പിന്തിരിപ്പൻ, മൂരാച്ചി, എന്തൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഭാഷയുണ്ട്. അതൊക്കെ ജനം കണ്ടിട്ടാണ് നിങ്ങളെ പുറത്താക്കിയതും BD സതീശൻ എന്ന മുഖ്യമന്ത്രി ആകാൻ കാരണമായ UDF-ന് 102 സീറ്റ് കൊടുത്തു. വിഴിഞ്ഞം പദ്ധതി എന്തായാലും നടപ്പാക്കിയ നിങ്ങൾക്ക് 102 സീറ്റിലോട്ട് തിരിച്ചു വരാൻ പറ്റിയില്ലല്ലോ. അത് തിരിച്ചു വന്ന BD സതീശനല്ലേ മുഖ്യമന്ത്രിയായിട്ട്. അതോടെ അപ്പോൾ ജനത്തിന് കാര്യം മനസ്സിലായി. പിന്നെ ഇവിടെ സർക്കാർ അറിയാതെ ചെയ്യുമോ? ഇത് മെയ് 18-നാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അത് എപ്പോഴാണ് ഈ ചർച്ച നടന്നിട്ടുള്ളതെന്ന് നോക്കാം. മെയ് 18-ന് മുമ്പും ചർച്ച നടക്കാമല്ലോ. മെയ് 18-ന് ശേഷം ചർച്ച നടന്നെങ്കിൽ ശരി, ആയിക്കോട്ടെ. നിങ്ങൾ പറഞ്ഞാൽ മെയ് 18-ന് മുമ്പാണോ ചർച്ച നടന്നിട്ടുണ്ടാവുക ഓഹരി കൈമാറ്റത്തിൻ്റെ കാര്യത്തിൽ? അതും ചർച്ച ചെയ്യാം, അത് വരട്ടെ. 1.5 മാസമല്ലേ ആയിട്ടുള്ളൂ. 1.5 മാസം കൊണ്ട് വലിയ വലിയ വിഷയങ്ങൾ നടക്കുമോ? പിന്നെ ഈ പണി വൈകിച്ചതിന് ശ്രീ മുസ്തഫ, മംഗലാപുരം റൂട്ടിൽ അതിനൊരു കണക്ഷൻ ഉണ്ടോ ശ്രീകുമാർ? മെയ് 18-ന് മുമ്പ് മെയ് 1 എന്ന് പറഞ്ഞൊരു തീയതിയുണ്ട്. ആ തീയതിയിലാണ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ BD സതീശൻ മംഗലാപുരത്തേക്ക് പോയത്. അവിടെ ഒരു അദാനി കൂടിക്കാഴ്ച നടന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ് ശരിയാണ്. മെയ് 18-ന് മുമ്പ് മെയ് 1-ന് ഇതിൻ്റെ തീരുമാനങ്ങൾ വന്നിട്ടുണ്ടാകാം ആ കൂടിക്കാഴ്ചയിൽ. ആ സംശയമുണ്ടല്ലോ. അതോ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞത് BD സതീശൻ അധികാരമേറ്റ ശേഷം എന്നാണ്. ശരിക്കും കേൾക്കുന്നില്ലേ? അത് ആ വിമാനയാത്രയ്ക്ക് ആര് വിശ്വസിക്കുന്നു? നിങ്ങൾ എൻ്റെ അത് എടുക്കുന്നില്ല, എടുക്കുന്നില്ല. ഓരോ സമയത്ത് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇതൊരു ഓരോ സമയത്ത് അല്ല പോയെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത്, അല്ലാണ്ട് നിങ്ങൾ കണ്ടെടുത്തൊന്നും അല്ല. പോയില്ല, അദ്ദേഹം തന്നെ പോയി എന്നുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയോ? എൻ്റെ സ്ഥലത്തെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണില്ലേ? ഇല്ല, കേട്ടില്ല, വ്യക്തത വന്നില്ല. എൻ്റെ സ്ഥലത്തെ ഞാൻ മംഗലാപുരത്തേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയോ? നിങ്ങൾ ശരത്തെ ഒന്നിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ ആവേശം കൊണ്ട് ഇടപെട്ടിട്ട് കാര്യമില്ല. സത്യത്തെ മൂടി വയ്ക്കാൻ പറ്റില്ല. മംഗലാപുരത്ത് പോയത് മൂകാംബികയിൽ ദർശനം. എന്തൊരു കഷ്ടമാണിത്. BD സതീശൻ മംഗലാപുരത്തേക്ക് പോയി എന്നുള്ളതും മൂകാംബിയിൽ ദർശനം നടത്തിയെന്നുള്ളതും അവിടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കൊണ്ടുവന്നുള്ളൊക്കെ അദ്ദേഹം തന്നെ പലവട്ടം പറഞ്ഞിട്ടില്ല. CPM-ന്റെ ആയിക്കോട്ടെ, അതൊന്നും വിഷയമല്ലെന്ന്. അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ അതല്ല വസ്തുത. അദ്ദേഹം പറഞ്ഞത് വസ്തുതാ വിരുദ്ധമാണ് സർ. അവിടെ മംഗലാപുരത്ത് അദ്ദേഹം കണ്ടത് സംഘ് പരിവാർ ബന്ധമുള്ള ആളുകൾ, അദാനിയുടെ ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരാളുമായുള്ള കൂടിക്കാഴ്ച. ഇതിനൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. താങ്കൾ പറഞ്ഞ മെയ് 18-ന് മുമ്പാണ് മെയ് 1. മെയ് 1-ന് അങ്ങനെ മംഗലാപുരത്ത് വെച്ച് മുഖ്യമന്ത്രിയാകാൻ പോകുന്ന സതീശൻ ഈ വിധം കൂടിക്കാഴ്ചകൾ നടത്തി. ഇതാ അദാനി ഇപ്പോൾ അവരുടെ ഷെയറുകൾ വരെ വിൽക്കുന്നു. സർക്കാർ ഒട്ട് അറിഞ്ഞിട്ടുമില്ല. പിണറായിയുടെ കാലത്ത് അവരിതൊന്നും ചെയ്തില്ല. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഈ താരതമ്യമേ പറഞ്ഞുള്ളൂ. ഈ കൈരളി ചർച്ചയിൽ പോകുമ്പോഴേ നമ്മളെ പറയാൻ അനുവദിക്കില്ല, എതിർ ശബ്ദം അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളത് എല്ലാവരും പറയാറുണ്ട് എൻ്റെ അടുക്കൽ. ശരത്ത് അത് അതിൽ പെടരുത്. ശരത്ത് ദയവായിട്ട് ഞാൻ പറയുന്നത് ഇത് കേട്ടോണ്ട് നിങ്ങളുടെ സഖാക്കളൊന്നും കോൺഗ്രസിലേക്ക് വരില്ല എന്ന് നിങ്ങൾ ക്ഷമിക്കൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. BD സതീശൻ മംഗലാപുരത്തേക്ക് പോയി എന്നുള്ളത് BD സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നേ. അത് അദാനിയുടെ പ്ലെയിനിൽ പോയെന്നൊക്കെ നിങ്ങൾ പറയുന്നു. അദാനിയുടെ പ്ലെയിനിൽ പോയെന്നൊക്കെ CPM ഇതൊരു ഔദ്യോഗികമായിട്ട് പറഞ്ഞാൽ എൻ്റെ അറിവിലില്ല. ഇവിടെ ശ്രീ മുസ്തഫയും അങ്ങനെ പറഞ്ഞു. അത് പല രീതിയിൽ പറയാമല്ലോ. അദാനിയുടെ ചാർട്ടേഡ് ഫ്ലൈറ്റ്, അദാനിയുടെ ഫ്ലൈറ്റ്, എന്തുവേണേ പറയാം. ആയിക്കോ, പറഞ്ഞ വിരോധമല്ല. ഞാൻ പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് CPM-ന് ഒരു നയമില്ല. ഭരിക്കുന്ന സമയത്തും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അവർക്ക് 2 നയമാണ്. അത് മെയ് 18-നാണ് BD സതീശൻ മുഖ്യമന്ത്രിയായത്, സത്യപ്രതിജ്ഞ ചെയ്തത്. അതിന് മുമ്പ് എന്ന് വെച്ചാൽ പ്ലെയിനിൽ പോയ ദിവസമല്ല, അതിന് മുമ്പുള്ള സർക്കാരിൻ്റെ കാലത്ത് എന്തെങ്കിലും ചർച്ച നടന്നോ? അതിൻ്റെ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി പറയും. പിന്നെ നിയമപരമായിട്ട് സാധുത ഇല്ലാത്ത ഒരു കാര്യം ഗവൺമെൻറ് എങ്ങനെയാണ് കൊടുക്കുക? BD സതീശൻ കൃത്യമായി പറഞ്ഞത് മനസ്സിലാകാത്ത CPM മാത്രമേ ഉള്ളൂ. അതൊരു കാര്യം വ്യക്തമാണല്ലോ. എങ്ങനെ തോറ്റു എന്ന് വിശ്വസിപ്പിക്കാൻ പ്രയാസമായ ഒരു പാർട്ടിയാണ് CPM. അതുകൊണ്ട് ഇത് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ആർക്കും പറ്റില്ല. വിരുദ്ധത എന്നതിന് ഒരു മരുന്നുമില്ല, പ്രതിവിധിയുമില്ല. യെസ്, ഓക്കെ മുസ്തഫ, ഇത് നിങ്ങളുടെ സതീശൻ വിരുദ്ധതയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കേട്ടപ്പോൾ തോന്നി KC വേണുഗോപാലിനും അതായിരിക്കാം അല്ലേ? അദ്ദേഹം പറഞ്ഞത് സൂപ്പർ സർക്കാർ എന്ന പ്രയോഗമാണ്. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിലെ കോൺഗ്രസ് സർക്കാരിനെ കുറിച്ച് ACC ജനറൽ സെക്രട്ടറിക്ക് തന്നെ സൂപ്പർ സർക്കാരായി BJP ഭരിക്കുന്ന നാടുകളിൽ നിങ്ങളുണ്ടാകാം എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് ആ നിലയിലേക്ക് അദാനി മാറുന്നു എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിന് പോലും വന്നു എന്ന പ്രശ്നമുണ്ട്. പക്ഷേ ശ്രീകുമാർ പറയുന്നത് നിങ്ങൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ വെറും കഥകളാണ്. അവിടെയാണ് അദ്ദേഹം തുടങ്ങിയത്. സതീശൻ വിരുദ്ധത മാത്രമാണ്.
മറ്റൊന്ന് മെയ് 18-ന് മുമ്പ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഇതൊക്കെ നടന്നിട്ടുണ്ടാകാമല്ലോ എന്നൊരു അനുമാനം. പക്ഷേ സഭയ്ക്കകത്തോ സഭയ്ക്ക് പുറത്തോ ഇന്നത്തെ വാർത്താക്കുറിപ്പിലോ സർക്കാരിന് അങ്ങനെ ഒരു വാദം ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. പക്ഷേ ചർച്ചയുടെ ഭാഗമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഒരു സൂപ്പർ സർക്കാരായി നിൽക്കുന്ന അദാനി എന്ന ഒരു പ്രതലത്തിലേക്ക്, പ്രതീതിയിലേക്ക്, അവസ്ഥയിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ മാറുകയാണോ? അങ്ങനൊരു പ്രശ്നം ഇതിനകത്തുണ്ടോ? അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളും താങ്കളുടെ മുമ്പിൽ വെക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഞാൻ ശിവകുമാർ ചേട്ടനോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും നടത്തിക്കൊണ്ട് പറയുന്നു, താങ്കൾ വളരെ സെലക്റ്റീവായിട്ട് മാത്രമേ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുള്ളൂ. ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള വിമർശനങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ താങ്കൾ പറഞ്ഞ ആ കാര്യം ഞങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന്? ഇവിടെ സെബി, അതായത് ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സെബിയുടെ രേഖകൾ പുറത്തു വന്നു സർ. അത് മാധ്യമങ്ങളിൽ ലഭ്യമാണ്, സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. ഈ അദാനി ഗ്രൂപ്പ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഓഹരികൾ കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതിന് സെബിക്ക് അദാനി ഗ്രൂപ്പ് കൊടുത്ത കത്തിൻ്റെ രേഖകൾ പുറത്തു വന്നു. എന്താണ് ശ്രീകുമാർ ചേട്ടൻ അത് കാണാതെ പോകുന്നത്? വിഴിഞ്ഞത്തിൻ്റെ വികസനം 2024 ഡിസംബറിലാണ് വിഴിഞ്ഞത്ത് ഓപ്പറേഷൻസ് ഉദ്ഘാടനം ചെയ്യുന്നത്. 18 മാസം ഏതാണ്ട് പൂർത്തിയാകുന്നു. ഈ 18 മാസം ഓരോ മാസവും അവിടെ വിഴിഞ്ഞത്ത് അടുക്കുന്ന കപ്പലുകളുടെ എണ്ണം, അവിടെ കൈകാര്യം ചെയ്യുന്ന കണ്ടെയ്നറുകളുടെ ശേഷി, എണ്ണം, ഇതെല്ലാം വിസിൽ വഴി, അതുപോലെ അദാനി ഗ്രൂപ്പിന്റെ പോർട്ട് മാനേജ്മെന്റ് വഴി റിലീസായിട്ട് വരുന്നുണ്ട്. ഓൺലൈൻ അവരുടെ സംവിധാനങ്ങളിൽ ലഭ്യവുമാണ്. അതൊന്നും ശ്രീകുമാർ ചേട്ടൻ കാണുന്നില്ല. താങ്കളോട് എന്തോ ഒന്ന് പറയാനുണ്ട് അദ്ദേഹത്തിന്. ഒരു നിമിഷം എന്താണ് ശ്രീകുമാർ? ഒരു നിമിഷം. അല്ല സെബിക്ക് കത്ത് കൊടുത്തു എന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. സെബി അംഗീകരിച്ചു, ഓഹരി വിൽപ്പന സെബി അംഗീകരിച്ചു എന്നാണ് ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞത്. അപ്പം അംഗീകരിച്ചു എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. ആ കത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ള പുറത്തു വന്നതാണല്ലോ. അല്ല, അതുപോലും അതെ ശ്രീ മുസ്തഫ, അങ്ങനെ ചെയ്യാൻ ആ കമ്പനിക്ക് കഴിയുമോ? ഈ കരാർ പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നിരിക്കെ എങ്ങനെ സെബിക്ക് അവരെങ്ങനെ കത്ത് കൊടുക്കും? അതന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത് ശരത്തെ. എന്താണ് നിങ്ങൾ? അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ ഇനി കാണേണ്ടത്. യെസ്, പറഞ്ഞോളൂ ശിവകുമാർ ചേട്ടൻ. അവിടെയാണ് നമ്മൾ ഇനി കാര്യങ്ങൾ കാണേണ്ടത്. നിങ്ങൾ കാണേണ്ടത് എന്താ? ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖം 2006 VS ഗവൺമെന്റിന്റെ കാലത്ത് അന്ന് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ശിവകുമാർ ചേട്ടനും അറിയാമല്ലോ, ലാൻഡ് ലോഡ് മോഡലാണ്. ലാൻഡ് ലോഡ് മോഡൽ എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കുന്നു. അതിന്റെ നടത്തിപ്പിന് വേണ്ടി റവന്യൂ ഷെയറിംഗ് സംവിധാനത്തോടു കൂടി വിവിധ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോട് കൂടിയുള്ള സംവിധാനത്തിലേക്ക് പോകും. എന്നിട്ട് അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ടെൻഡർ ക്ഷണിച്ചു. ആ ടെൻഡർ എടുത്തത് ചൈനീസ് ബന്ധമുള്ള ഒരു കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു കൺസോർഷ്യമാണ് ആ ടെൻഡറിൽ ലോ കോസ്റ്റ് വന്നത്. പക്ഷേ അന്ന് ശ്രീ AK ആന്റണി UPA ഗവൺമെന്റിലെ പ്രതിരോധ മന്ത്രിയാണ്. ഈ ചൈനീസ് ബന്ധം, ഈ കൺസോർഷ്യം ഇന്ത്യൻ കൺസോർഷ്യമാണ്, പക്ഷെ അവർ അതിലെ ഒരു കമ്പനിക്ക് ചൈനീസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ ടെൻഡർ അനുവാദം തരാതെ പോയത്. പിന്നെ നിങ്ങളുടെ ഗവൺമെന്റ് വന്നു. നിങ്ങളുടെ ഗവൺമെന്റാണ് 2015 ശ്രീ ഉമ്മൻചാണ്ടി അദാനിയെ വിളിച്ചു കൊണ്ടുവരുന്നത്. അദ്ദേഹമാണ് ആദ്യത്തെ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. ശ്രീകുമാർ ചേട്ടാ, ആ എഗ്രിമെന്റ് അനുസരിച്ച് 2045 മാത്രമേ ഇത് പൂർത്തിയാവുള്ളൂ. വിഴിഞ്ഞത്തെ പോർട്ട് നിർമ്മാണം 2045. അത് കഴിഞ്ഞ് പിന്നെ 2055 മുതൽ മാത്രമേ സംസ്ഥാന ഗവൺമെന്റിലേക്ക് വരുമാനം ഉണ്ടാവുള്ളൂ. ഇതാണ് 2015 ഉമ്മൻചാണ്ടി അവരുമായിട്ടുണ്ടാക്കിയ എഗ്രിമെന്റ്. ഞങ്ങൾ 2016 അധികാരത്തിൽ വന്നു. നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടി അദാനിയുമായിട്ടുണ്ടാക്കിയ കരാറിൽ സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. അതിനി തടസ്സപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ആ നിർമ്മാണ കമ്പനിയുമായിട്ട് സംസ്ഥാന താല്പര്യം സംരക്ഷിക്കാനുള്ള ചർച്ച നടത്തി പുതിയ കൺസെഷൻ കരാറുണ്ടാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒന്നാം ഘട്ടം 2024 ഡിസംബറിൽ പൂർത്തീകരിച്ചു. രണ്ടാം ഘട്ടം 2028 കമ്മീഷൻ ചെയ്യും. അതിൻ്റെ ഉദ്ഘാടനമാണ് 2026 ജനുവരിയിൽ നടത്തിയത്. 9700 കോടി രൂപയുടെ രണ്ടാം ഘട്ട വികസനം ആരംഭിച്ചു, നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ 2028 പൂർത്തിയാകും. 2035 മുതൽ സംസ്ഥാന ഗവൺമെന്റിലേക്ക് വരുമാനം വരും. ആ നിലയിൽ
17 വർഷം മുമ്പേ ആക്കി. നിങ്ങളുടെ കരാർ അനുസരിച്ച് 2045-ലും 55-ലും പോകേണ്ടത് 17 വർഷം നേരത്തെയാക്കി LDF ഗവൺമെന്റ്. ഇങ്ങനെയാണ് ഞങ്ങൾ അദാനിക്ക് പൂട്ടിട്ടത്. പിന്നെ ഞങ്ങൾ മുതലാളിത്ത വ്യവസ്ഥയുടെ വിമർശകരാണ്. അതേ പറഞ്ഞത്, താങ്കൾക്കത് അറിയാത്തതുകൊണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുതലാളിത്ത വ്യവസ്ഥയുടെ വിമർശകരാണ്. പക്ഷേ CPIM പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് മുതലാളിത്ത വ്യവസ്ഥ നടപ്പിലാക്കിയ ഒരു രാജ്യത്തിനകത്താണ്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്കൊരു സ്റ്റേറ്റിലെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ കഴിയില്ല. ഇത് 57-ൽ അധികാരത്തിൽ വന്ന് ഏപ്രിൽ 5-ന് സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യത്തെ പ്രസംഗത്തിൽ EMS വിശദീകരിക്കുന്നതാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു, പക്ഷെ ഞങ്ങൾക്ക് കമ്മ്യൂണിസം നടപ്പിലാക്കാൻ കഴിയില്ല. ഞങ്ങൾ ഒരു മുതലാളിത്ത രാജ്യത്തെ ഒരു സ്റ്റേറ്റിന്റെ അധികാരമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക. ശിവകുമാർ ചേട്ടൻ ആ പ്രസംഗം വായിച്ചയാളാണ്. EMS എന്ന് പറഞ്ഞത് ഞങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക. 1930-കളിൽ കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ച ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള നടപടികളാണ്. ഇതാ ഞങ്ങളുടെ നയം. അതുകൊണ്ട് മുതലാളിത്ത വ്യവസ്ഥക്കാണ് ഞങ്ങളെതിര്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മുതലാളിത്ത കമ്പനികളുള്ള രാജ്യത്ത് അതുകൊണ്ടല്ലേ EMSന്റെ ഗവൺമെന്റ് ബിർളയെ, സാക്ഷാൽ ബിർള, ആ ബിർളയെ കൊണ്ടുവന്ന് മാവൂരിൽ ഗോളിയോർ റൈൻസ് സ്ഥാപിച്ചത്. അതുകൊണ്ട് പിണറായിയുടെ കാലത്ത് മാത്രമൊന്നുമല്ല കമ്മ്യൂണിസ്റ്റുകാർ ഭരണത്തിലെത്തിയാൽ മുതലാളി കമ്പനികളെ അല്ലെങ്കിൽ വലിയ കുത്തക കമ്പനികളെ കൊണ്ടുവരുന്നത്. നേരത്തെ സാക്ഷാൽ EMSന്റെ ഗവൺമെന്റിന്റെ കാലത്ത് തൊട്ട് അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഏർപ്പെട്ട ആ എഗ്രിമെന്റ് കുറെ കൂടി സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയത്. അവിടെയാണ് ശിവകുമാർ ചേട്ടാ ഇപ്പൊ പിറകിലോട്ട് പോകുന്നത്. ആ സംസ്ഥാന താല്പര്യങ്ങളാണ് VD സതീശൻ ഹനിക്കുന്നത്. നിങ്ങൾ കാണേണ്ടത് ഈ ഹിന്ദുത്വ കോർപ്പറേറ്റ് കമ്പനി എന്ന അദാനിയെ വിശേഷിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയാ. ആ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളെ ലംഘിച്ചുകൊണ്ടാണ് അദാനി ഒരുക്കി കൊടുത്ത വിമാനത്തിൽ VD സതീശൻ യാത്ര ചെയ്യുന്നത്. എന്തേ അത് പറയാൻ, അതിനെ വിമർശിക്കാൻ തയ്യാറാകാത്തത്? നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആളുകൾ വിമർശിക്കുകയല്ലേ ഇദ്ദേഹത്തിന്റെ നിലപാടിനെ. ശരി, ഞാൻ നിർത്താം. VM സുധീരൻ സാർ, ശരി, പിണറായി വിജയൻ പറയുന്നത് ആളുകൾ വിശ്വസിക്കണ്ട. VM സുധീരൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ ശിവകുമാർ ചേട്ടാ? VM സുധീരൻ പറഞ്ഞാൽ വിശ്വസിക്കില്ലേ ആളുകൾ? മദ്യനികുതി കുറക്കുന്ന കാര്യത്തിൽ VD സതീശൻ ഗവൺമെന്റിന്റെ നിലപാടിനെ സംശയനിഴലിൽ നിർത്തിയത് ഞങ്ങൾ മാത്രമല്ലല്ലോ, VD സതീശൻ ഉൾപ്പെടെയുള്ളവരല്ലേ. അതുപോലെ കോൺഗ്രസിന്, ശിവകുമാർ ചേട്ടനെ പോലെ കോൺഗ്രസിന് വേണ്ടി പ്രതിനിധീകരിക്കുന്ന തൃശ്ശൂരിൽ നിന്നുള്ള ഒരാളാണ് VR അനൂപ്. ആ VR അനൂപിന്റെ പോസ്റ്റുകൾ എടുത്തു നോക്കൂ. എങ്ങനെയാണ് ഷാജൻ സ്കറിയെ പോലുള്ളവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നത്, ഇടനിലക്കാരായി മാറുന്നത്? എന്താണ് അവർക്ക് VD സതീശന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ഷാജൻ സ്കറിയെ പോലെയുള്ള ആളുകൾക്കുള്ള പങ്ക്? ഞങ്ങളെല്ലാം വിമർശിക്കുന്നത് കേട്ടോ, കോൺഗ്രസ്സാ വിമർശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗവൺമെന്റ് ഈ 1.5 മാസം പൂർത്തിയാകുമ്പോൾ ഇത്തരത്തിലാണ് VD സതീശൻ പോകുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? അപ്പം നല്ലതുപോലെയുള്ള അഴിമതിയാണ്. 1.5 മാസം കൊണ്ട് തന്നെ VD സതീശൻ അഴിമതിയുടെ ആൾ രൂപമായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റത്തെ BJP ഡീലും അദ്ദേഹം ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനുള്ള എത്രയോ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. PM നിയാസ് KPCCയുടെ ജനറൽ സെക്രട്ടറി അല്ലേ? ശേഷാദ്രിനാഥന്റെ നിയമനത്തെ കുറിച്ച് തർക്കമുന്നയിച്ചത് അദ്ദേഹമല്ലേ? നിങ്ങളെന്തേ ശിവകുമാർ ചേട്ടാ ഇവരെയൊന്നും ബോധ്യപ്പെടുത്താത്തത്? VD സതീശൻ ഗവൺമെന്റിന്റെ നിലപാടുകൾ പിണറായി പറയുന്ന പോലെയല്ല, എല്ലാം സംശുദ്ധമാണ് എന്നെന്തേ അവരെയൊന്നും ബോധ്യപ്പെടുത്താൻ കഴിയാത്തത്? അത് താങ്കൾ കണ്ടാൽ മതി. ഓക്കെ, ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ച വിഴിഞ്ഞം ഈ ഒരു മാസക്കാലത്തെ പ്രവർത്തനത്തിൽ ഉയർന്നു വന്നിട്ടുള്ള നിരവധി വിഷയങ്ങൾ, അതായത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് സംഘപരിവാരവും അതുപോലെ തന്നെ അദാനിക്കുമൊക്കെ കിട്ടുന്ന വലിയ സ്പേസ്, അത് യഥാർത്ഥത്തിൽ സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിനും അപ്പുറമായി തന്നെ പലതും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. ജോർജ് ജോസഫ്, നേരത്തെ താങ്കൾ സംസാരിച്ച വിഷയത്തിൽ സെബിയെ പരാമർശിച്ചപ്പോൾ സെബി അംഗീകരിച്ചു എന്ന് താങ്കൾ പറഞ്ഞതിനെയാണ് N. ശ്രീകുമാർ ചലഞ്ച് ചെയ്തത്. ഞാനത് വീണ്ടും താങ്കളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു. ഈ സെബിയിലേക്ക് അപേക്ഷ പോയത് അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ജൂൺ 29-ന് ഈ വിഷയം ഉയർന്നു വന്ന കാര്യവുമാണ്, താങ്കൾ സൂചിപ്പിച്ചു. ഇപ്പോഴും 29 കഴിഞ്ഞ് ആ മാസവും കഴിഞ്ഞ് ജൂലൈ മാസം 2-ാം തീയതി വൈകുന്നേരമാണ് ഒരു അതൃപ്തി നോട്ടീസെങ്കിലും ആളുകളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇതുപോലൊരു ക്രൂഷ്യൽ വിഷയത്തിന് വേണ്ടുന്ന ജാഗ്രതയോടെ വ്യക്തതയോടെ പോകേണ്ട ട്രാക്കിൽ ഈ സർക്കാർ പോകുന്നു എന്ന് ധരിക്കണം ആളുകളെന്ന് സർക്കാരോ സർക്കാരിനെ ന്യായീകരിക്കുന്നവരോ പിന്തുണയ്ക്കുന്നവരോ പറഞ്ഞാൽ അതിന് പാകമാകും വിധത്തിൽ ആ സർക്കാർ പെരുമാറുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ? ജോർജ് ജോസഫ്. ശ്രീ ശരത്തെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ സെബിയുടെ കാര്യത്തിൽ ഈ അദാനി പോർട്സ്
മാൻഡേറ്ററി ഡിസ്ക്ലോഷർ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഈ ഓഹരി കൈമാറ്റത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അതുപോലെ നമ്മുടെ റെഗുലേറ്ററി അതോറിറ്റിയുടെ അടുത്തും മാൻഡേറ്ററി ഡിസ്ക്ലോഷറുകൾ നടത്തുകയാണ്. അപ്പോൾ അതൊരു അനൗൺസ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ അതിൻ്റെ അനൗൺസ്മെൻ്റ് ആയിട്ട് ഇന്ന കമ്പനി ഇന്ന ഡിസ്ക്ലോഷർ നടത്തിയിരിക്കുന്നു, ഇന്ന കമ്പനി ഇന്ന കമ്പനിയുടെ ഇന്ന ഓഹരി വിറ്റിരിക്കുന്നു, അല്ല ഇന്ന കാര്യങ്ങളെന്ന് പറയുന്നു. അതേ രീതിയിൽ മാൻഡേറ്ററി നിയമപരമായ ഡിസ്ക്ലോഷർ നടത്തിയിരിക്കുന്നു. അവിടെ സെബിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി അവിടെ ചെയ്യാനുള്ളത് ഇനി ഒരു അംഗീകാരം എന്ന് നമ്മൾ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം വേണം. കാരണം ഇതൊരു വിദേശ കമ്പനിയുടെ ആയിട്ടുള്ളൊരു ഡീലാണ്. സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെയും വിദേശ നിക്ഷേപത്തിൻ്റെയും കാര്യത്തിലുള്ള അംഗീകാരം വേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയൊക്കെ ഒരു ആത്മാർത്ഥതയുടെ ഒരു പ്രശ്നം വരുന്നത് ഈ കേന്ദ്ര സർക്കാരിനെ കത്തെഴുതാം. കേന്ദ്ര സർക്കാരിന് ഇങ്ങനെ ഒരു ഡീൽ നടത്തുന്നതായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു, പക്ഷേ ഞങ്ങളുടെ പ്രയർ അപ്രൂവൽ എടുത്തിട്ടില്ല, 25% അതിൽ കൂടുതലോ ഓഹരി വിൽക്കണമെങ്കിൽ കേരള ഗവൺമെൻറ് ഒരു പ്രയർ അപ്രൂവൽ വേണം, അറിയിച്ചിരിക്കണം, ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഈ കേന്ദ്ര സർക്കാരിന് ഒരു കത്ത് മുഖേന നടത്താത്തത് എന്താണ്? ഇവിടെ ഒരു പ്രതിഷേധ കുറിപ്പിറക്കി ഞങ്ങൾ മേൽ നടപടികൾ സ്വീകരിക്കും, കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമായി, ഒരു നിമിഷം, താങ്കൾ പറഞ്ഞതിനോട് അദ്ദേഹം വിയോജിക്കുന്നുണ്ട് ജോർജ് ജോസഫ്. ആ പോയിന്റിൽ പ്ലീസ് ഒരു ശകല നേരം ശ്രീകുമാർ, അദ്ദേഹം പറഞ്ഞതിലുള്ള അപാകത എന്താണ്? ശ്രീ ജോർജ് ജോസഫ് ശ്രീ ജോർജ് ജോസഫ് പറയുന്ന കത്ത് എൻ്റെ ശ്രീ ജോർജ് ജോസഫ് മുഖ്യമന്ത്രി സഭയിലും ഇന്ന് പ്രസ്താവനയിലും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിൻ്റെ തീരുമാനം വന്നിട്ടില്ല, ഇതിൽ നടപടിയെടുക്കും. ഈ നടപടി എടുക്കുന്ന വെച്ചാൽ എൻ്റെ നിയമപരമായ നടപടി എടുക്കുന്ന വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? ഈ കത്ത് അയച്ചുകൊണ്ടിരുന്നാൽ പോരാ, നേരിട്ട് പോയി പറയും ചിലപ്പോൾ പ്രധാനമന്ത്രി എടുക്കലേ. കത്ത് അയച്ചുകൊണ്ട് കാത്തിരിക്കുന്ന പരിപാടി നമുക്ക് UDF ഭരണസമിതിക്ക് ഉണ്ടാവില്ല, നേരിട്ടോടെ പോകും. ഓക്കെ, അങ്ങനെ പറയും. നിങ്ങൾ കത്തയക്കുന്നൊന്നും അല്ല പ്രശ്നം, പറഞ്ഞല്ലോ മുഖ്യമന്ത്രി. ശ്രീകുമാർ പറയുന്നത് ഈ ഓഹരി കൈമാറ്റത്തെ ഈ സർക്കാർ തടയുമെന്നാണ്. ശരത്തെ അല്ല, തടയണം, അതാണ് വേണ്ടത്. കാരണം ഇപ്പോൾ ഒരു കാര്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദ പ്രിന്റ് ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് കേരള The print has learned that while officials of Vizhinjam International Seaport Limited, Kerala government special purpose vehicle for the project, were aware of the proposed agreements എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുണ്ട്. കാരണം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൻ്റെ ഒഫീഷ്യൽസ് ഈ ഡീലിനെ കുറിച്ച് അവെയറായിരുന്നുവെന്ന് ഉത്തരവാദിത്തപ്പെട്ടൊരു മാധ്യമത്തിൻ്റെ റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ നേരത്തെ അറിഞ്ഞില്ല എന്ന് പറയുന്നത് തൊണ്ട തുടങ്ങാതെ വിഴുങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഇത്തരം ഒരു ഡീല് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡറായിട്ടുള്ള കേരള സർക്കാർ അറിയുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയില്ല. അങ്ങനെ അവർ അറിയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വീഴ്ച കൂടിയാണ്. അതൊരു വലിയ പ്രശ്നമാണ്. അങ്ങനെ ഒരു 49% ഷെയർ ഒരു വിദേശ കമ്പനിക്ക് വിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പ്രശ്നം എന്താ വെച്ചാൽ ശരത്തെ, ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കൃത്യമായ നടപടികളിലേക്ക് സർക്കാർ പോകുന്നില്ല. ഒഴുക്കം മട്ടിൽ പ്രതിഷേധവും സ്റ്റേറ്റ്മെൻറ്റും വന്നു എന്നുള്ളത് ശരിയാണ്. ശരത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങും തൊടാതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ഇതിന് നടപടികളിലേക്ക് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം എന്നുള്ള രീതിയിലേക്ക് പോകുന്നില്ല. ഇത് തടയണം. തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം ഒരു മൊണോപ്പൊളി ഇന്ത്യയുടെ തുറമുഖ രംഗത്ത് ഒരു വിദേശ കുത്തക ഒരു മൊണോപ്പൊളി അനുവദിച്ചു കൊടുക്കുന്ന ഒരു നീക്കമാണെന്നുള്ളത് കൊണ്ട് ഫെയർ കോമ്പറ്റീഷൻ രൂപപ്പെടരുത്. ഇതുണ്ടായിരുന്നു. അങ്ങനെ എതിർക്കുകയാണെങ്കിൽ എല്ലാവരും അതിനെ പിന്തുണയ്ക്കും. അല്ല, ഞാൻ അങ്ങനെ വി ഡി സതീശൻ സർക്കാർ അങ്ങനെ തടയുമെന്ന് ഞാൻ പറയാൻ ഇടയാക്കിയത്, അദ്ദേഹം നേരത്തെ ആവേശത്തോടെ ഒരു കേരളത്തിൻ്റെ ഒരു പൊതുവികാരം എന്ന നിലയിൽ തന്നെ എടുക്കാവുന്ന ഒരു കാര്യം ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോവും, കത്തയച്ചൊന്നും അങ്ങനെ കാത്തിരിക്കില്ല എന്ന് വെച്ചാൽ അതിൻ്റെ സെൻസ് അതാണ്. ഈ ഓഹരി കൈമാറ്റം അത് അനുവദിച്ചു തരില്ല, അത് റദ്ദാക്കിയേ പറ്റൂ. ആ നിലയിൽ സ്റ്റേറ്റിൻ്റെ താല്പര്യം സംരക്ഷിച്ചെടുക്കും, ഈ ഓഹരി കൈമാറ്റത്തെ തടയുമെന്ന ഒരു സാധ്യതയും ഒരു വികാരവും സ്റ്റേറ്റ് പ്രകടിപ്പിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സർക്കാർ ഇത് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ സർക്കാർ മുന്നിട്ട് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. ശ്രീ എൻ ശ്രീകുമാർ,
ഇപ്പോൾ മംഗലാപുരം യാത്രയിൽ അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അവിടെ വെച്ച് ആര്യാടൻ്റെ ബന്ധുവിനെ കണ്ടു എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ വാർത്തകളിലൂടെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ നടന്നിട്ടുള്ള കൂടിക്കാഴ്ചകളിൽ ഒന്ന് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചയായിരുന്നു. ഇങ്ങനെയും വാർത്തകളിൽ ചിത്രങ്ങൾ സഹിതം വാർത്തകൾ വന്നിരുന്നു. അതേക്കുറിച്ച് സ്പർശിച്ച് ഒരു വിശദീകരണം നൽകാൻ ഈ നേരം വരെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല, മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പും അതിനുശേഷവും. അപ്പോൾ ഈ കമ്പനി പറയുന്നുണ്ട്, അദാനി കമ്പനി പറയുന്നുണ്ട്, ഇക്കാര്യങ്ങളിൽ ഒരു അനൗപചാരിക ചർച്ച നടന്നിട്ടുണ്ട് സർക്കാരുമായി എന്ന് ആ കമ്പനി പറയുന്നു, സർക്കാർ സമ്മതിക്കുന്നില്ലെങ്കിലും. അപ്പോൾ ഈ മംഗലാപുരത്ത് മെയ് 1 നടന്നതിനെ ആയിരിക്കുമോ ആ കമ്പനി അനൗപചാരിക ചർച്ചയായി കരുതുന്നത്? അതാണ് അനൗപചാരിക ചർച്ചയെങ്കിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് ഒരു തരത്തിലും ഈ ഓഹരി കൈമാറ്റത്തെ തടയാൻ കഴിയില്ല, ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് വേണ്ടേ ധരിക്കാൻ? നോക്കൂ ശരത്തെ, നിഗമനങ്ങൾക്ക് ഒന്നും മറുപടിയില്ല. രണ്ട് കാര്യം ഞാൻ കൃത്യമായി പറയാം. ശ്രീ ജോർജ് ജോസഫ് ശ്രദ്ധിക്കണം. അതായത് മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ പറഞ്ഞത് സർക്കാർ അനുമതി ഇല്ലാതെ തുറമുഖത്തിൻ്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യാനാകില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കൈമാറാൻ അവർ തീരുമാനിച്ചത് സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെയാണ്. ഇതാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം എന്താ, താങ്കൾ ചോദിച്ച ഈ യാത്രയെക്കുറിച്ച് അത് ആരും ചർച്ച ചെയ്യുന്നില്ല. പൊതുജനങ്ങളുടെ മുമ്പിലെ ചർച്ചാ വിഷയമല്ല, പാർട്ടികളുടെ മുമ്പിലും ചർച്ചാ വിഷയമല്ല. CPM-ൻ്റെ ആരോപണമാണ് സതീശനെ മോശപ്പെടുത്താനായിട്ട്, അതൊരു വിഷയമല്ല. മറ്റൊരു കാര്യം ശ്രീ VPP മുസ്തഫ പറഞ്ഞത്, അതായത് നമ്മുടെ ഈ മുതലാളിത്തവും അതുപോലെ തൊഴിലാളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. ശ്രീ മുസ്തഫ, അങ്ങ് പറയുന്ന കാര്യങ്ങൾ അങ്ങയുടെ പാർട്ടി പ്രവർത്തകർക്കും മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് ചില അപകടങ്ങൾ പാർട്ടിക്ക് സംഭവിച്ചത്. പിന്നെ വേറൊരു കാര്യം, CAG റിപ്പോർട്ടിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കെ ഉമ്മൻചാണ്ടിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു. അക്കാര്യം പറഞ്ഞത്, ആ അഴിമതി ആരോപണം വെറുതെ പറഞ്ഞതാണെന്ന് വ്യക്തമായില്ലേ? അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പിന്നെ ശരത്തെ കാത്തിരുന്ന് കാണാൻ നമുക്ക്. AICCക്ക് ഒരു നയമുണ്ട്, UDFൻ്റെ ഒരു അജണ്ടയുണ്ട്. AICCയുടെ നയം താങ്കൾക്ക് അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലേ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. പക്ഷേ നിയമപരമായിട്ട് സ്റ്റേറ്റിന് കിട്ടേണ്ട കാര്യമുണ്ട്. എന്താണെന്നറിയോ, ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് മിഷൻ സമുദ്ര തുറമുഖ നഗരമാക്കും കേരളത്തെ എന്ന് പറഞ്ഞാൽ നഗരമാക്കിയിരിക്കും UDF. തടസ്സപ്പെടുത്താൻ പറ്റില്ല ആരോപണം ഉന്നയിച്ച്. ഉമ്മൻചാണ്ടി പണ്ട് നിയമസഭയെ പറഞ്ഞു, ആരോപണം ഉന്നയിച്ച് വിഴിഞ്ഞത്തെ തടസ്സപ്പെടുത്താൻ ഒരാൾക്കും പറ്റില്ല എന്ന്. അത് അദ്ദേഹം തെളിയിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് ആരോപണം ഉന്നയിച്ച് VD സതീശനെ തളച്ചിടാമെന്ന് ധാരണ വേണ്ട. ശ്രീ VPP മുസ്തഫയുടെ ഊഴത്തിലേക്കാണ് ഒന്ന് ദയവായി ചുരുക്കി. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, AICC ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു മാസം കൊണ്ട് തന്നെ അതിൻ്റെ സ്പേസ് എവിടെയാണ് എന്ന് ശ്രീ VD സതീശൻ തെളിയിച്ചു. ശേഷാദ്രിനാഥൻ്റെ നിയമനത്തിനെതിരെ ഹൈക്കമാൻഡിന് വരെ പരാതി പോയി. വാർത്തകളിൽ ദീപാദാസ് മുൻഷി മുഖ്യമന്ത്രിയെ വിളിച്ചു, ഇടപെട്ടു എന്നൊക്കെ വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. അതിലൊരു തീർപ്പ് വരും മുമ്പ് തന്നെ ആ ഫയൽ ലോക് ഭവനിലെത്തി ഡിജിറ്റൽ ഒപ്പിട്ട് ആ പ്രശ്നത്തിൽ കോൺഗ്രസ് ഇനി എന്ത് തീരുമാനമെടുത്താലും അതിനൊക്കെ പുല്ലുവില കൽപ്പിക്കും വിധത്തിലേക്ക് ഇരുകൂട്ടരും ചേർന്നതാണ് ക്ലിഫ് ഹൗസും അതുപോലെ തന്നെ ലോക് ഭവനും ചേർന്ന് കാര്യം സെറ്റിലാക്കി. ഇവിടെ സഭയിൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടില്ല ഈ വിഷയത്തിൽ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ ഉറപ്പും വിശ്വസിച്ചിരുന്നാൽ ആ ഉറപ്പ് വിശ്വസിച്ച് കേരളത്തിന് ഇരിക്കാൻ കഴിയുമോ? VD സതീശന് ഈ ഓഹരി കൈമാറ്റത്തെ തടയാൻ കഴിയുമോ, തടയുമോ? ശ്രീ മുസ്തഫ. VD സതീശൻ്റെ നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള 1.5 മാസത്തെയും പ്രവർത്തനം നോക്കിയാൽ അദ്ദേഹത്തെ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അത് ശ്രീകുമാർ ചേട്ടൻ ഞങ്ങൾ എന്തോ ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞാലും ഞാൻ വളരെ കൃത്യമായിട്ട് ചില പേരുകൾ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രിയായതിനു ശേഷം VD സതീശൻ എടുത്ത ചില നിലപാടുകളിൽ കോൺഗ്രസിൻ്റെ പക്ഷത്ത് നിന്നുള്ള ആളുകളുടെ വിമർശനം, എന്തേ ശ്രീകുമാർ ചേട്ടൻ അതിനെക്കുറിച്ച് പരാമർശിക്കാതെ പോകുന്നത്? അതെന്തേ കാണാതെയും കേൾക്കാതെയും പോകുന്നത്? ശരി, ഞങ്ങൾ പ്രതിപക്ഷം പറയുന്നത് ജനം വിശ്വസിക്കണ്ട, ശ്രീകുമാർ ചേട്ടൻ വിശ്വസിക്കണ്ട. പക്ഷേ VM സുധീരനും PM നിയാസും KC വേണുഗോപാലും VR അനൂപും എല്ലാം ഉൾപ്പെടെയുള്ള കോൺഗ്രസിനു വേണ്ടി നല്ലതുപോലെ അധ്വാനിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ വരാൻ വേണ്ടി ഇടപെട്ട ആളുകളുടെ വിമർശനത്തെ താങ്കൾ ഏത് കോണിൽ വെച്ച് കാണും? അവരൊക്കെ പിണറായി പറഞ്ഞിട്ട് പറയുന്ന ആളുകളാണെന്ന് പറയുമോ? അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ 1.5 മാസം കൊണ്ട് അഴിമതിയുടെ പെരുമഴയാണ്. അദ്ദേഹം നഗ്നമായ അഴിമതി നടത്തുകയാണ്. മദ്യത്തിൻ്റെ നികുതി ഇളവ് കൊടുത്തത് PMCയിൽ അതുപോലെ PMAYയിൽ എല്ലാം BJP ഡീലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഇതാ തുറന്നു കാട്ടപ്പെടുന്ന അങ്ങേയറ്റത്തെ ഭീകരമായ അഴിമതി. രാഹുൽ ഗാന്ധി കോർപ്പറേറ്റ് ഹിന്ദുത്വ ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന അദാനിയുമായിട്ട് പോലും ഒരു
ഹൈക്കമാൻഡും എനിക്ക് ഒരു പ്രശ്നവുമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് നഗ്നമായ അഴിമതി നടത്തി പോവുകയാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിട്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ, അതിനു മുമ്പ് MLA ആയിരിക്കുമ്പോൾ പുനർജനി ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ നടത്തി അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതും ഞങ്ങൾ കാണുകയാണ്. ഇതൊന്നും സതീശൻ വിരുദ്ധതയല്ല. ശ്രീകുമാറിനെ പോലുള്ള ആളുകൾ കൊണ്ടു നടക്കുന്ന പിണറായി വിരുദ്ധത പോലെ ഞങ്ങൾക്കൊരു VD സതീശൻ വിരുദ്ധതയോ ഒരു കോൺഗ്രസ് വിരുദ്ധതയോ ഇല്ല. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ പെർഫോമൻസ് ഞങ്ങൾ വീക്ഷിക്കാനല്ലേ കാത്തുന്നത്. ഇന്ന് പിണറായി വിജയൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ വീക്ഷിക്കാനാണ് കാത്തുന്നത്. തുടക്കത്തിൽ വലിയ വിമർശനമൊന്നും ഉയർത്തേണ്ടെന്ന് കരുതിയാണ്. പക്ഷേ നിങ്ങളുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് VD സതീശന്റെ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് ഈ അഴിമതി നിറഞ്ഞതും BJP ഡീലിൻ്റെതുമാണ്. അത് കേരളത്തിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കോൺഗ്രസിനകത്തുനിന്ന് ഉയർന്നു വരുന്നു. പ്രതിപക്ഷത്തിന്റെ മാത്രമല്ല, കോൺഗ്രസിനകത്തുനിന്ന് ഉയർന്നു വരുന്നു. അത് വലിയ ജനകീയ പ്രതിഷേധമായിട്ട് മാറും. ജോർജ് ജോസഫ്, നമുക്ക് ചുരുക്കി ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് KC വേണുഗോപാൽ ദില്ലിയിൽ നിന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾ സൂപ്പർ സർക്കാരുകളായിരിക്കാം, പക്ഷേ അതിവിടെ വേണ്ട എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ അദ്ദേഹം കാണുന്ന, അദ്ദേഹവും കോൺഗ്രസ് ദേശീയ നേതൃത്വവും ആശങ്കപ്പെടുന്ന ചില ഘടകങ്ങളുണ്ടോ? ഒരു വളരെ അടുപ്പത്തോടെ പ്രവർത്തിക്കുന്നതിൻ്റെതായ ഒരു പ്രശ്നം അതിനകത്തുണ്ടോ? ആർക്കുള്ള മെസ്സേജാണ് KC വേണുഗോപാൽ പറഞ്ഞത്? അത് ഈ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ വളരെ പ്രാധാന്യമുള്ളതാണോ? തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ശരത്തെ, നമ്മളിവിടെ പറയുന്നത് കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ ആശങ്കയാണ്. അതായത് ഒരു പോർട്ട് നാഷണൽ സെക്യൂരിറ്റി സംബന്ധമായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ ഫെയർ കോമ്പറ്റീഷൻ ഉണ്ടാവണം. MSC ഷിപ്പിംഗ് വരുമ്പോൾ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് അവരുടെ മാത്രം ഷിപ്പുകൾ ബർത്ത് ചെയ്യാനുള്ള, അവരുടെ ഷിപ്പിംഗ് ലൈനിനെ മാത്രം അനുവദിക്കുന്ന ഒരു പോർട്ടായി മാറുമോ എന്നുള്ള ആശങ്ക ചില വിദഗ്ധർ ഇതിനകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ MSC ഷിപ്പിങ്ങിന് അവിടെ വലിയൊരു മുൻഗണന കിട്ടുന്നുണ്ടെന്നുള്ളൊരു വിമർശനം ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നാഷണൽ ഇൻട്രസ്റ്റാണ്, കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഏതറ്റം വരെയും ശ്രീ VD സതീശൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ആത്മാർത്ഥമായി നടപ്പാക്കണം. ഏതറ്റം വരെയും പോകണം, ഇതിന് തടയണം. അതായത് MSC ഷിപ്പിംഗ് പോലെയുള്ളൊരു കമ്പനിക്ക് 49% സ്റ്റേക്ക് ഹോൾഡിങ് വിഴിഞ്ഞത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് സംസ്ഥാന താല്പര്യത്തിനെതിരാണ്, ദേശീയ താല്പര്യത്തിനെതിരാണ്. ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം. അല്ലാണ്ട് ഇത് ആരുടെയും ഒരു ഏതെങ്കിലും രീതിയിൽ അവർ അങ്ങനെ പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണ് ശരത്തെ? ഇത് ഇവിടെ ഈ അദാനി പോർട്സ്, അദാനി എന്ന് പറയുന്ന ഗ്രൂപ്പ് കേരള ഗവൺമെൻറ്റിനെ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. 25% അതിനധികമോ സ്റ്റേക്ക് കൊടുക്കുമ്പോൾ അത് കേരള ഗവൺമെൻറ് അപ്രൂവൽ വേണമെന്ന് പറയുമ്പോൾ അവർ സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവർ എത്ര ധിക്കാരപരമായിട്ടാണ് ഈ കാര്യത്തിൽ നീങ്ങുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതാണ് നമ്മുടെ കൺസേൺ, അതാണ് ആശങ്ക. പിന്നെ ഒരു കാര്യം കൂടി ശരത്തെ പറഞ്ഞോട്ടെ, ശ്രീ ശ്രീകുമാറിൻ്റെ അറിവിലേക്ക് 1000ാമത്തെ ഷിപ്പ് ജൂൺ 24 വിഴിഞ്ഞത്ത് വന്നത്. അത് MSC ലൂസിയാന എന്ന് പറയുന്ന ഷിപ്പാണ്. മൂന്ന് പേർക്കും വളരെയധികം നന്ദി. ഇതുമായി ബന്ധപ്പെട്ട ഏതായാലും ഈ വിഷയം അത് ഗൗരവത്തോടെ മുന്നോട്ട് പോകുന്നു. അതിലെ പല വിവരങ്ങളും പുറത്തു വരുന്നത് ആശങ്കാജനകമാണ്. സംസ്ഥാന സർക്കാരിനെ വകവെക്കാതെ, സംസ്ഥാനത്തെ വകവെക്കാതെ, സംസ്ഥാനത്തിൻ്റെ പോർട്ടായിട്ടുള്ള, തുറമുഖമായിട്ടുള്ള വിഴിഞ്ഞം മദർ പോർട്ടിൽ ഇങ്ങനെ അദാനി കമ്പനി മുന്നോട്ട് പോയാൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കേവലം ഒരു മാസക്കാലം കൊണ്ട്, ഭരണമാറ്റത്തിലൂടെ ഒരു പുതിയ സർക്കാർ വന്ന് ഒരു മാസക്കാലം കൊണ്ട് എങ്ങനെ അദാനി ഗ്രൂപ്പ് ഈ നിലപാടിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും അധികം ചിന്തിക്കേണ്ടത്. 2 സുപ്രധാന നിർമ്മാണ ഘട്ടങ്ങൾ ഒന്ന് പൂർത്തീകരിച്ചു, അടുത്തതിലേക്ക് കടക്കുന്നു. 1000 കപ്പലുകൾ അവിടെ അടുത്ത സമയമാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത്രയധികം ഒരു വാണിജ്യ തുറമുഖമായി വിഴിഞ്ഞം മാറിയിട്ടും, ഇത്രയധികം ഓപ്പറേഷൻസ് നടന്നിട്ടും കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അദാനി ഇത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങാതെ അവർക്ക് ആ കരാറിനകത്ത് നിന്ന് പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഭരണമാറ്റത്തെ തുടർന്ന് ഒറ്റ മാസം കൊണ്ട്, UDF അധികാരത്തിലിരിക്കുന്ന ഒറ്റ മാസക്കാലം കൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ സമയത്ത് എങ്ങനെയാണ് അദാനി ഇങ്ങനൊരു വലിയ മാറ്റത്തിലേക്ക് പോകുന്നത് എന്ന വലിയ ചോദ്യമുണ്ട്. സർക്കാരിനെയും സ്റ്റേറ്റിനെയും അവഗണിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിമർശനം, കരാർ ലംഘിക്കുന്നു എന്ന പ്രശ്നം, അത് കേവലം അതൃപ്തി രേഖപ്പെടുത്തലിൽ ഒതുക്കാവുന്നതോ അല്ല. പക്ഷേ ശക്തമായി എത്രമാത്രം പോരാടാൻ, ഈ ഓഹരി കൈമാറ്റത്തെ തടയാൻ, നിയന്ത്രിക്കാൻ, ഇടപെടാൻ, തിരുത്തിക്കാൻ ഈ സർക്കാരിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക പൊതുവെ ഉയരുന്നത്.